അതുകൊണ്ട് അവര് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാക്യമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളെ എടുത്തത്. ഇത് മറന്നിട്ടും നമ്മൾ അതിലേക്ക് പോകരുത്. ഞാൻ പറഞ്ഞു, അന്യഭാഷ അടയാളത്തോടെ ആത്മനിറവ് പ്രാപിച്ചിട്ടുള്ളവർ ഒരു കാരണവശാലും അന്യഭാഷ പറയുന്നത് നിർത്തരുത്. നിങ്ങൾക്ക് അത് അടയാളമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവത്തോട് വൻകാര്യങ്ങളെ സംസാരിക്കുന്നു, തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നു. ഇനി അതല്ല, നിങ്ങൾക്കത് കൃപാപരമായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസഭയിൽ അത് ശുശ്രൂഷിക്കുവാനും അത് സഭയ്ക്ക് ആത്മീക വർധനവ് വരുവാനും ഇടയായി തീരണം. ഒരു കാര്യം വളരെ പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു, കൃപാവരങ്ങൾ ലഭിച്ചിട്ടുള്ളവർ അത് മൂടി വെച്ചുകൊണ്ട് ജീവിക്കരുത്. വലിയ ശിക്ഷയ്ക്ക് അത് കാരണമായി തീരും. ഓരോരുത്തരും ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണത്. എനിക്കെന്ത് കൃപാവരമാണ് ദൈവം തന്നിരിക്കുന്നത്, ഇത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടണം. എനിക്ക് ബോധ്യമുണ്ട് എനിക്കെന്ത് കൃപാവരം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കുള്ള കൃപാവരം എന്താന്ന് എനിക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. ഓരോരുത്തർക്കും അത് ഉണ്ടാകണം. എന്ത് കൃപാവരമാണ് ദൈവസഭയിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, 10-28 കൂട്ടം കൃപാവരങ്ങളുടെ ഒരു പട്ടിക പുതിയ നിയമത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അത് പൗലോസ് തന്നെയാണ് ഏറ്റവും അധികം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പത്രോസും പറഞ്ഞിട്ടുണ്ട്. ആ കൃപാവരങ്ങൾ നമ്മളിൽ ഉണ്ടോ? ഇത് വ്യക്തമായി നമ്മൾ സ്വയം ചോദിക്കുകയും ഉണ്ടെങ്കിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ ദൈവസന്നിധിയിൽ അത് വിശ്വസ്തയോടെ വിനിമയം ചെയ്യുന്നവരുമായിരിക്കണം. ഇതൊക്കെ ശരി, പക്ഷെ അതിനു മുൻപേ നടക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് വന്നാൽ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-8 വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ വായിച്ചത്. കർത്താവ് തന്നെ പറയുകയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. തന്റെ ഐഹിക ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട് കർത്താവ് പിതാവിന്റെ അടുക്കലേക്ക് പോകുകയാണ്. അപ്പൊ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ, അത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അപ്പോ കർത്താവ് പോയെങ്കിലേ കാര്യസ്ഥനെ പറഞ്ഞയക്കാൻ പറ്റും. അതുകൊണ്ടാണ് കർത്താവ് പോകുന്നത്. അത് പിതാവിനോട് വാങ്ങി വേണം അയക്കാൻ. അപ്പൊ പരിശുദ്ധാത്മാവിനെ ആര് നൽകുന്നു? ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. അതിന് 2 ഉത്തരമുണ്ട്. ഞാനതിപ്പോ നമുക്കത് റെഫറൻസ് ചെയ്യാൻ വായിപ്പിക്കുന്നില്ല. ഒന്ന്, ദൈവം പിതാവാം ദൈവം അയക്കുന്നു. 2, കർത്താവായി യേശു ക്രിസ്തു അയക്കുന്നു. അപ്പൊ കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ പുത്രന്റെയും കാര്യസ്ഥനാണ്. ഞാൻ പറഞ്ഞു, കാര്യസ്ഥൻ എന്നുള്ള പദത്തിന്റെ ഏറ്റവും ഗ്രീക്ക് പദം, അതിന്റെ ഗ്രീക്ക് പദം പരാക്ലീറ്റോസ് എന്ന് പറഞ്ഞൊരു പദമാണ്. സമാന്തരമായി, കലയോ വിളിക്കുക, ഒരാൾക്ക് വേണ്ടി സമാന്തരമായി വിളിക്കുക. ഞാൻ പറഞ്ഞു, സമാന്തരമായിട്ടൊരു കാര്യം വെക്കുക എന്നുള്ളതാണ്. അപ്പോ ദൈവത്തിനു വേണ്ടി പകരമായി, പിതാവാം ദൈവത്തിനു വേണ്ടിയും പുത്രനാം കർത്താവിന് വേണ്ടിയും പകരമായി നമ്മളെ വിളിക്കുന്നതാണ്. അതിന് നിരവധി അർത്ഥങ്ങൾ പുതിയ നിയമം കൽപ്പിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, കാര്യസ്ഥൻ എന്ന് പറയുമ്പോഴത്തേക്ക് കാര്യസ്ഥനെ കുറിച്ച് നിങ്ങള് അതിന്റെ 14-ാമത്തെ അധ്യായത്തിലെ 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആ കാര്യസ്ഥനെ കുറിച്ച് മുൻ സൂചന തന്നിട്ടാണ് കർത്താവ് ഈ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പോകഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് അവിടെ വ്യക്തമായിട്ട് ഈ കാര്യസ്ഥനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് കാര്യസ്ഥൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പൊ ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് വേണം അയച്ചു തരാൻ. ഞാൻ പിതാവിനോട് ചോദിച്ചാൽ സത്യത്തിന്റെ ആത്മാവെന്നൊരു മറ്റൊരു കാര്യസ്ഥൻ. അപ്പൊ മറ്റൊരു കാര്യസ്ഥൻ, ഞാൻ പറഞ്ഞു, ഈ മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് ഒന്നാമത്തെ കാര്യസ്ഥൻ, അല്ലേ? അല്ലോസ്, മറ്റൊന്ന് അതേപോലെ തന്നെയുള്ള ഒന്ന്, അതിനേക്കാൾ ഒട്ടും
ഗ്രേഡിലും ലെവലിലും കുറഞ്ഞതല്ല. അതാ മറ്റൊരു കാര്യസ്ഥൻ എന്നെടുത്ത് എഴുതിയിരിക്കുന്നത്. മറ്റൊരു കാര്യം ആരാ? സത്യത്തിന്റെ ആത്മാവ്. അപ്പൊ നമ്മളൊരു പ്രത്യേക ഒരു കാര്യം ഓർത്തോണം, പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. ഈസ് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ ആത്മാവാണ്. അപ്പൊ സത്യം മാത്രമേ ഈ പരിശുദ്ധാത്മാവിന്റെ അടുക്കൽ ചെലവാകൂ. കോഷ്കിന്റെ ആത്മാവല്ല, സത്യത്തിന്റെ ആത്മാവാണ്. അപ്പോ സത്യം പറയുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നവരുടെ ഇടയിലേക്ക് ഈ കാര്യസ്ഥൻ വരൂ. അത് പ്രധാനമായിട്ട് ഓർത്തോണം കേട്ടോ. നമ്മുടെ മനസ്സിൽ സത്യവും നേരും ഇല്ലാത്തിടത്തോളം കാലം ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരികയില്ല. അതാണ് സത്യം. സത്യം സത്യം എന്ന് പറഞ്ഞാൽ നേര്, നേരായ കാര്യം, സത്യം. അതിനെയാണല്ലോ നമ്മൾ സത്യം എന്ന് വിളിക്കുന്നത്. നേരാണ് വാസ്തവത്തിൽ സത്യം എന്ന് നമ്മൾ പറയുന്ന പദത്തിന്റെ മറ്റൊരർത്ഥം. അപ്പൊ എല്ലാം നേരായിരിക്കണം, എല്ലാം സത്യമായിരിക്കണം, വ്യാജം ഉണ്ടാകരുത്. പരമാർത്ഥസ് ഞാൻ പലയിടത്തും പറയാറുള്ള ഒരു കാര്യമാണ്, ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നമ്മുടെ മറുഭാഷയോ നമ്മുടെ കൃപാവര ശുശ്രൂഷകളോ നമ്മുടെ ഈ അടിപൊളി ബഹളമോ അടിപൊളി പ്രസംഗങ്ങളോ ഈ ബഹളമയമായ ആരാധന ഒന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ദൈവം ആദ്യം ആഗ്രഹിക്കുന്നത് ദൈവവുമായിട്ടുള്ള ഒരു നേരായ ബന്ധം, സത്യസന്ധമായൊരു ബന്ധം, ഹൃദയത്തിന്റെ ഒരു നിർമ്മല ബന്ധം. അതാണ് ദൈവം ആദ്യം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സത്യത്തിന്റെ ആത്മാവ്. ആ സത്യത്തിന്റെ ആത്മാവ് നമ്മുടെ കാര്യസ്ഥനാണ്. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ വിവിധ അർത്ഥങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ അത് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യസ്ഥൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് കംഫർട്ടർ എന്നൊരർത്ഥമുണ്ട്, ആശ്വാസപ്രദൻ. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിർമ്മല മനസാക്ഷിയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആശ്വസിപ്പിക്കാനാണ് ഇറങ്ങി വരുന്നത്. അവളെ കൊണ്ട് ബഹളം വെപ്പിക്കാനോ വഴക്കുണ്ടാക്കിക്കാനോ പരിഭ്രമം കാണിപ്പിക്കാനോ അല്ല ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ ആത്മനിറവാണെന്നൊക്കെ പറഞ്ഞ് പ്രവചനമാണെന്നൊക്കെ പറഞ്ഞത് പലതും പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ബഹളമാ, വഴക്കാ ഉണ്ടാകുന്നത്. അപ്പൊ ഇതെങ്ങനെയാ മനസ്സിലാകുന്നത്? ഈ പരിശുദ്ധാത്മാവ് അതിനുള്ളതല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഹീസ് ദ കംഫർട്ടർ. അവനെ ആശ്വസിപ്പിക്കുന്നവനാണ്. അല്ലേ? നമ്മളെ ഒരു ആശീർവാദം പറയുമ്പോഴത്തേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും നമ്മളെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മ എന്നൊക്കെ പറയുകയല്ലേ. അപ്പൊ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ കംഫർട്ട് ചെയ്യുന്നതാണ്, ആശ്വസിപ്പിക്കുന്നതാണ്. ആ പരിശുദ്ധാത്മാവിനെ വിട്ടുകളയരുത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ പരിഭ്രമം ഉണ്ടാകുന്നത്, പേടിയുണ്ടാകുന്നത്, എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാതെ മനസ്സ് വ്യാകുലപ്പെടുന്നതൊക്കെ ആത്മനിറവിന്റെ അഭാവമാണ്. ഒരു വ്യക്തി ആത്മനിറവ് പ്രാപിച്ചാൽ അവനെപ്പോഴും ആശ്വാസമുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു, ആശ്വാസപ്രദൻ, ആശ്വസിപ്പിക്കുക. മറ്റൊരർത്ഥം ഞാൻ പറഞ്ഞു, ആൻ അഡ്വക്കേറ്റ്, നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവൻ. അപ്പൊ നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പക്ഷവാദം ചെയ്യുന്നു. ആത്മാവുദാനം നമ്മുടെ ബലഹീനതയ്ക്ക് പക്ഷവാദം ചെയ്യുന്നു എന്ന് നമ്മൾ വായിച്ചില്ലേ. പക്ഷവാദം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പക്ഷം പിടിച്ച് വാദിക്കുക എന്നുള്ളതേ അർത്ഥമുള്ളൂ. എന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി പിതാവാം ദൈവത്തോട് വാദിക്കുക. അല്ലേ? കർത്താവ് തന്നെ പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഉപമയുണ്ട്, ഒരു തോട്ടത്തെ കുറിച്ച്. അല്ലെ? ഒരു മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉടമസ്ഥൻ ഫലമന്വേഷിച്ചു വന്നപ്പോ കാണാൻ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ, കട്ട് ഇറ്റ് ഓഫ്, വെട്ടിക്കളക, തട്ടിയേക്കാൻ പറഞ്ഞു. അതെന്തിനാണ്? നിലം മിനക്കെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ നിലത്തെ വളവും കൂടെ വലിച്ചെടുത്ത് ഇതങ്ങ് വളരുക, ഫലമില്ല. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത്, എന്നാ പിന്നെ അതങ്ങ് വെട്ടിയേച്ച് അവിടെ ഫലം ഉള്ളത് വേറെ വെക്കാമല്ലോ. ഈ വൃക്ഷങ്ങളിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. ഈ വൃക്ഷങ്ങളെല്ലാം ഒരുപോലെ കായ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. എല്ലാ വൃക്ഷങ്ങളും ഒരുപോലെ കായ്ക്കണമെന്നില്ല. ഒരുപക്ഷെ നമ്മള്
ആറ്റുനോറ്റ് വളരെ താല്പര്യത്തോടെ പറമ്പിൽ കൊണ്ട് കുഴിച്ചു വെച്ച ഒരു വൃക്ഷം വേണ്ടതുപോലെ ഫലം തരുന്നില്ല. എന്നാൽ ഇതുപോലൊരു വൃക്ഷം അയൽവക്കംകാരുടെ മുറ്റത്ത് നിന്ന് ഇല കാണാൻ പറ്റാത്ത പോലെ കായ് പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ വൃക്ഷവും എല്ലായിടത്തും ഒരുപോലെ ഫലം കായ്ച്ചെന്ന് വരിക. അങ്ങനെ ഫലം കായ്ക്കാതെ നിൽക്കുക. അപ്പൊ യജമാനൻ പറഞ്ഞു വെട്ടിയേറെ തട്ടിയേക്കാൻ പറഞ്ഞു, ഇനി നിൽക്കണ്ട, നിലത്തെ നിഷ്ഫലമാക്കണ്ട, എന്തിനാ ഈ വെറുതെ ഈ വളവും വെള്ളവും എല്ലാം കൂടെ വലിച്ചു കുടിച്ചിട്ട് ഒരു ഫലവുമില്ലാതെ ഇങ്ങനെ വളരുന്ന എന്തിനാ? അപ്പോഴാ കൃഷിക്കാരൻ, തോട്ടക്കാരനാ പറഞ്ഞ വെട്ടിയേക്കാൻ, തോട്ടക്കാരനാ ഉടമസ്ഥൻ, അവനാ തീരുമാനിക്കുന്നത് ഇത് നിൽക്കണോ വേണ്ടേ എന്ന്. അപ്പോ ആ കൃഷി ചെയ്യുന്നവൻ എന്ത് ചെയ്യുന്നറിയോ, ഇത് കുഴിച്ചു വെക്കുകയും അതിന് വെള്ളം ഒഴിക്കുകയും വളവിടുകയും ഒക്കെ ചെയ്തവൻ പറഞ്ഞു, യജമാനെ ഒരാണ്ടും കൂടെ നിൽക്കട്ടെ, ഒരാണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ, ഒരു വർഷം കൊടുത്താ. കാരണം ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഇതിനു വേണ്ടി അധ്വാനിച്ചതാണ്, വളവിട്ടതാണ്, വെള്ളമൊഴിച്ചതാണ്, ഇടകളച്ചതാണ്, അല്ലെ, പുല്ല് പറിച്ചതാണ്, പരിചരിച്ചതാണ്. അതുകൊണ്ട് ഒരു വർഷം കൊടുത്താ. മേലാൽ കായ്ച്ചില്ലെങ്കിൽ വെട്ടിയേക്കാം. ലൂക്കോസ് 13 പറയുന്നത് അതാ വാദിക്കുക. കണ്ട, ഇത് നമ്മുടെ കൂടെ കാര്യമായി പറഞ്ഞത് കേട്ടോ. ദൈവസഭയ്ക്കകത്ത് ദൈവം കൊണ്ട് നട്ടു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും എന്നൊക്കെയല്ലേ പറയുന്നു 1-ാം സങ്കീർത്തനത്തിൽ. ആ ആറ്റരികത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ബഹുവചനത്തിലാണ്, ആറുകളുടെ തീരത്തെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരാറല്ല കേട്ടോ, മൂലഭാഷയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇറ്റ് ഈസ് സെഡ് ഇൻ പ്ലൂറൽ, അത് ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ആറുകളുടെ തീരത്ത് എന്ന് പറഞ്ഞാൽ ഒരാറല്ല, നിരന്തരമായി ഒഴുകുന്ന ബഹുശതം ആറുകളുടെ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവാൻ നദി പറ്റിപ്പോവുകയല്ലെന്ന അതിന്റെ അർത്ഥം. ആത്മനിറവിന്റെ അടുത്താണ് നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, എന്നിട്ടും ഫലം കായ്ക്കുന്നില്ല. അങ്ങനെ ഫലം കായ്ക്കാതെ വന്നാൽ യജമാനൻ വെട്ടാൻ തീരുമാനമെടുക്കും. അത് വെട്ടാതിരിക്കാൻ യജമാനനോട് വാദിക്കുന്നത് ആരാന്നറിയോ? ആ കൃഷിക്കാരനാ, നമ്മുടെ കർത്താവാ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാ. രണ്ടുപേരും നമ്മുടെ അഡ്വക്കേറ്റ്സ് ആണ്. എന്താ പിതാവിനോട് പറയും, പിതാവേ ഒരല്പസമയെടുത്ത മേലാൽ കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളഞ്ഞേക്ക. ഇത് നമുക്കൊരു താക്കീതായിട്ട് തന്നെ ഇരുന്നോട്ടെ കേട്ടോ. എത്ര നാളായി വിശ്വാസത്തിൽ വന്നിട്ട്, എത്ര നാളായി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ പ്രായം നോക്കിയാൽ സെൻട്രൽ പാസ്റ്റർ ആകാൻ കാലം കഴിഞ്ഞില്ലേ? എന്നിട്ടും എന്ത് ചെയ്യാ? ഇപ്പോഴും വളർന്നിട്ടില്ല, ഇപ്പോഴും ഫലം കായ്ക്കുന്നില്ല. പക്ഷേ യജമാനൻ വെട്ടിക്കളയാൻ തീരുമാനമെടുത്ത് കളഞ്ഞേക്കാം. വർഷം ഓരോന്ന് കഴിയും തോറും നിങ്ങൾ ഓർത്തോണം കേട്ടോ, നമ്മുടെ കൂടെ തുടങ്ങിയ പലരും ഇന്നും ഭൂമുഖത്തില്ല. ഞാൻ എൻ്റെ സുവിശേഷ വേല ഒക്കെ നിമിത്തം അല്ലെങ്കിൽ തന്നെ നേരത്തെ നാട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. 34 വർഷമായി ഞാൻ കർത്തൃ ശുശ്രൂഷയിലായിട്ട് ഞാൻ നാട് വിട്ടിട്ട്, എൻ്റെ സ്വന്തം ജനിച്ച വീടും നാടും ഒക്കെ വിട്ട് ഞാൻ പലയിടത്ത് ഇങ്ങനെ ശുശ്രൂഷയിലായിരുന്നു. ഇപ്പോഴും ഞാൻ അന്യസ്ഥലത്ത് തന്നെയാണ് പാർക്കുന്നത്, ജനിച്ചു വളർന്ന സ്ഥലത്തല്ല. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഇപ്പോ ചെല്ലുമ്പോ എന്നെ നല്ലൊരു പങ്ക് ആളുകൾക്ക് അറിഞ്ഞൂടാ. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന, ഞങ്ങൾ ഒരുമിച്ച് സൺഡേ സ്കൂൾ പഠിപ്പിക്കുക, PVP നടത്തുക, കൺവെൻഷൻ നടത്തുക, പരസ്യങ്ങൾ നടത്തുക, സംഗീത സായാഹ്നങ്ങൾ നടത്തുക, VBS നടത്തുക, അങ്ങനെ തകൃതിയായി ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച നല്ലൊരു പങ്ക് ആളുകൾ പോയി, എല്ലാം പോയി, വെട്ടിക്കളഞ്ഞു. ആ സ്ഥാനത്താണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. ആ സ്ഥാനത്താണ്. ഒരുപക്ഷെ നാം കായ്ക്കുമെന്ന് വിചാരിച്ചാണ്. പോട്ടെ, നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുക, നമുക്ക് വേണ്ടി വക്കാലത്ത് പറയുകയാണ്, നമുക്ക് വേണ്ടി വാദിക്കുകയാണ്. നിൽക്കട്ടെ, അയ്യോ നിൽക്കട്ടെ. അതാണ് കാര്യസ്ഥൻ. എന്നിട്ട് പറഞ്ഞിട്ട് വരെ ആ കാര്യസ്ഥൻ ഒരു കാര്യം ചെയ്യും. കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ അവനെ കൊണ്ട് തുള്ളിക്കുകയും മറുഭാഷ ജയിക്കുകയും അല്ല ആദ്യം ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ഇടയിൽ അതാ ഏറ്റവും കൂടുതൽ കാണുന്നത്. ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? He should be convinced of his sin.
ഞാൻ പറഞ്ഞു ബോധം വരുത്തും. എല്ലാം ഹോ എന്ന് പറഞ്ഞു ഗ്രീക്ക് പദമാണ്. എല്ലാം ഹോ, ബോധം വരുത്തുക. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാ. അത് കോടതി സംബന്ധമായ ഒരു പദമാണ് ഈ എല്ലാം ഹോ എന്ന് പറഞ്ഞ. അതായി കർത്താവ് എടുത്ത് ഉച്ചരിച്ചത്. അക്കാലത്തുള്ള കോടതികളിൽ വക്കീലന്മാര്, അഡ്വക്കേറ്റുമാര് തമ്മിൽ സംസാരിക്കുന്ന ഒരു പദമാണ് ഈ എല്ലാം ഹോ. എല്ലാം ഹോ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു കേസും കൊണ്ട് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ വക്കീലിനോട് അത് പറയും, വാദിക്കാൻ, ജഡ്ജിയുടെ മുമ്പിൽ അത് വാദിക്കാൻ. കാരണം നിയമങ്ങളെല്ലാം സാധാരണക്കാരായ മനുഷ്യന്റെ നിയമവും അതിന്റെ പിരിവുകളും അതിന്റെ ഉപപിരിവുകളും അതിന്റെ വ്യാഖ്യാനമൊന്നും സാധാരണക്കാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞുകൂടാ. അതറിഞ്ഞുകൂടാ എന്നുള്ളത് കൊണ്ട് നാം ശിക്ഷിക്കപ്പെടാൻ പാടില്ല. എനിക്ക് നിയമം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്റെ വാദം തെറ്റിപ്പോയത് കൊണ്ട് ഞാൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി നിയമം അറിയാവുന്ന ഒരാളെ കോടതിയിൽ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. കാശ് കൊടുത്താൽ മതി. അതായി വക്കീലന്മാര്. ഇന്ത്യൻ പീനൽ കോഡ് നമ്മൾ എന്റെ ഇരിപ്പുണ്ട് ഇവിടെ, എന്റെ ലൈബ്രറിയിലുണ്ട്, എന്റെ പുസ്തക കൂട്ടത്തിലുണ്ട് ഇന്ത്യൻ പീനൽ കോഡ്. ഞാനതൊന്നും വായിച്ചിട്ടില്ല മുഴുവൻ. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് പോയെന്നല്ലാതെ അത് മുഴുവൻ ഇത് വായിക്കാൻ നമുക്ക് മനസ്സ് തോന്നുകയില്ല. വായിച്ചാലോട്ട് നമുക്ക് താല്പര്യവും തോന്നുകയില്ല. അതിന്റെ പിരിവുകളും ഉപപിരിവുകളും ഒന്നും എനിക്കറിഞ്ഞൂടാ. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു വക്കീലിന് പഠിച്ച ആള് തന്നെ 3-4 വർഷം പഠിച്ച് എന്നിട്ട് അതിന്റെ ഹയർ സ്റ്റഡി എടുത്തിട്ട് ഉള്ള ആളുകളാണ് ഒരു കേസ് കോടതിയിൽ വൃത്തിയായി ആ പഴുതുകളെല്ലാം ഉപയോഗിച്ച് വാദിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നിയമം അറിഞ്ഞുകൂടാ എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തി പോലും അനാവശ്യമായി ശിക്ഷിക്കപ്പെടരുതെന്ന് നമ്മുടെ കോടതിക്ക് ബോധ്യമുണ്ട്. മനസ്സിലായി? ഇപ്പൊ എനിക്ക് നിയമം അറിഞ്ഞൂടാ, അത് പാപമൊന്നുമല്ലോ, അത് തെറ്റൊന്നുമല്ലല്ലോ. ഇന്ത്യൻ പീനൽ കോഡെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് നിയമം അറിഞ്ഞുകൂടാന്നും കണ്ട് എനിക്കൊരു കേസുണ്ടായപ്പോ ആ അറിവുകേട് എനിക്ക് ശിക്ഷയായി തീരരുത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വാദിക്കേണ്ടെന്ന് ഈ പറയുന്നത്. ഞാൻ തന്നെ അല്ല കോടതി വാദിക്കാം, ഞാൻ തന്നെ വാദിക്കണ്ട. എനിക്ക് പകരം എനിക്കൊരു കാര്യസ്ഥൻ, അല്ലേ, ഒരു അഡ്വക്കേറ്റിനെ ഞാൻ അവിടെ വയ്ക്കും. അദ്ദേഹത്തിന് ഞാൻ കാശ് കൊടുത്തേച്ചാ അവിടെ വെച്ചിരിക്കുന്നത്. ആ അഡ്വക്കേറ്റ് എന്റെ പക്ഷം പിടിച്ചാ വാദിക്കുന്നത്. അതോ ഏതെങ്കിലും വക്കീല് തന്റെ കക്ഷിക്ക് തൂക്കുമരണം കിട്ടണമെന്ന് വാദിച്ചിട്ടുണ്ടോ ഇന്നുവരെ? എന്റെ കക്ഷിയെ തൂക്കിക്കൊന്നേക്കാൻ ഏതെങ്കിലും വക്കീല് പറയുമോ? ഇല്ല. എന്റെ പക്ഷം പിടിച്ചു വാദിക്കാനല്ലേ കോടതിയിൽ നോക്കുന്നത്. പക്ഷേ അപ്പൊ ആദ്യം ഒരു കാര്യം ചെയ്യണം. നമ്മള് ഒരു വക്കീലിന്റെ അടുക്ക ചെന്നാൽ കേസിന്റെ എല്ലാ വശങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഈ വക്കീലിനോടും ഡോക്ടറോടും പാസ്റ്റർമാരോടും ഒന്നും നുണ പറയരുതെന്ന്, കള്ളം പറയരുതെന്ന് ഒരു ചൊല്ല് തന്നെയുണ്ട് നമ്മുടെ ഇടയ്ക്ക്, അല്ലേ? വക്കീലിനോടും ഡോക്ടറോടും പട്ടക്കാരെന്ന് പറഞ്ഞാൽ അത് സാധാരണ നമ്മുടെ എപ്പിസ്കോപ്പൽ സഭകളിലാണ്. അവിടുത്തെ ഈ കുംഭസാരത്തെ കുറിച്ചൊക്കെ പറയുന്നത്. പോട്ടെ, അത് പാസ്റ്റർമാരും അത് തന്നെയാ. കാരണം നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ ജാഗരിക്കുന്നവരല്ലേ. അപ്പോ തീർച്ചയായിട്ടും ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണേ. അപ്പോ ഉള്ള കാര്യം തെളിച്ചു പറയുമ്പോൾ ആ വക്കീല് അത് കേട്ടിട്ട് നമ്മുടെ കേസ് ദുർബലമാണെന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ ജയിക്കാൻ സാധ്യതയില്ലെങ്കിൽ അത് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കാം. കേസ് ജയിക്കാൻ അല്പം പാടാണ്. അല്ലാതെ ഞാൻ ജയിപ്പിച്ചു തരാമെന്നും പറഞ്ഞൊന്നുമില്ല. കേസ് നമ്മൾ കൊണ്ട് ചെല്ലുമ്പോഴേ അവര് പറയും കാര്യമല്ല കേട്ടേച്ചേ, ഞാൻ നോക്കട്ടെ, ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇതിനകത്ത്, അതുകൊണ്ട് ഇത് നന്നായി പഠിക്കേണ്ടി വരും, കാര്യങ്ങൾ നന്നായി പഠിക്കേണ്ടി വരും. മണിക്കൂറുകൾ ചെലവഴിച്ച രാത്രിയും പകലും ഒരുപോലെ നിയമങ്ങൾ പഠിച്ചിട്ട് എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ വാദിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇതാ ചെയ്യുന്നത്, നമ്മളെ കൺവിൻസ് ചെയ്യും. കുഞ്ഞെ, നിന്റെ വശത്ത് വലിയ ന്യായമൊന്നും ഇല്ല, നിന്റെ ഭാഗത്ത് വലിയ നീതിയൊന്നും ഇല്ല. അതാ എല്ലാം ഹോ. ഞാൻ പറഞ്ഞല്ലോ, 2 കാര്യമാണ്. ഒന്നുകിൽ നമ്മൾ കുറ്റവാളിയാണെന്ന് വക്കീൽ നമ്മളോട് പറഞ്ഞു തരും. നീ കുറ്റം ചെയ്തതല്ലേ,
അപ്പോ മിക്കവാറും ഒരു 12 വർഷത്തേക്കുള്ളത് മേടിക്കാൻ യോഗ്യത ഉണ്ട് നിനക്ക്. ഇനി ഞാനൊന്ന് വാദിച്ചു നോക്കട്ടെ. അല്ലാതെ ഞാൻ ജയിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് പെട്ടെന്ന് അടിച്ചു കയറിയ ഒന്നും ഒരു വക്കീലും കേസ് ഏറ്റെടുക്കുകയല്ല. ഒരു ജീവപര്യന്തത്തിലുള്ള മുതൽ നീ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നോക്കട്ടെ, എങ്ങനെയെങ്കിലും രക്ഷിക്കാമോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ വാദിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം വരുത്തും. എനിക്ക് അറിഞ്ഞുകൂടാ, ഈ കൈകൊട്ടുകയും തുള്ളുകയും പാടുകയും മറുഭാഷ പറയുകയും ചെയ്യുന്നവർക്ക് പലർക്കും തങ്ങളെ കുറിച്ചു തന്നെ നല്ല ബോധ്യമില്ല. എനിക്കിത് പറയാനുള്ള അർഹതയുണ്ടോ? മനസ്സിലായോ? എനിക്ക് ജീവിക്കാനുള്ള അർഹതയുണ്ടോ? ഇതുപോലും അവൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? പാപത്തെ കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പാപത്തെക്കുറിച്ച് ബോധം വരണം കേട്ടോ. ഇതാണ് ആദ്യം പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ചെയ്യേണ്ടത്. പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പെന്തിക്കോസ്തുകാരെ, ഞാൻ പെന്തിക്കോസ്തുകാരെ കുറ്റം പറയുന്നുള്ളൂ കേട്ടോ, കാരണം അതിനല്ലേ യോഗ്യതയുള്ളൂ. ഈ പാപത്തെക്കുറിച്ച് ശരിയായ ഒരു പഠനം നടത്തിയിട്ടില്ല. നമ്മളിങ്ങനെ പാപം 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 എന്നൊക്കെ അങ്ങ് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. നമുക്കറിഞ്ഞൂടാ പാപം എന്താണെന്നും അതിന്റെ ആശയം എന്താണെന്നും വേദപുസ്തകം എന്താണ് അത് അർത്ഥമാക്കുന്നതെന്നും നമുക്കറിഞ്ഞൂടാ. അപ്പൊ ഞങ്ങൾ ഉപദേശിമാരെ എപ്പോഴും പറയുന്ന ഒരു പദമാണല്ലോ ഈ പാപം. പാപം മനുഷ്യാതിന്റെ പാപം അല്ലേ? നമ്മളെങ്ങനെ പാപത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നൊരു, അതിന് ഞാൻ എന്നാ ചെയ്തിട്ടാ? ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ആരുടെയും മോഷ്ടിച്ചിട്ടില്ല, ഞാൻ വ്യഭിചാരവും ചെയ്തിട്ടില്ല, പിന്നെന്താ പാപം? ഒരു ശരാശരി മനുഷ്യന്റെ, പെന്തിക്കോസ്തുകാരനടക്കം ഒരു ശരാശരി മനുഷ്യന്റെ ചിന്ത എന്താണെന്നറിയാമോ? മോഷ്ടിക്കുക, വ്യഭിചരിക്കുക, പിന്നെ കക്കുക. മോഷ്ടിക്കുക, വ്യഭിചരിക്കുക, കൊല്ലുക, കൊലപാതകം. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് പാപം എന്നൊരു ചിന്ത നമ്മുടെ ഇടയിലുണ്ട്. എനിക്ക് തോന്നുന്നു അതൊന്ന് മാറേണ്ടതുണ്ട്. പാപത്തെക്കുറിച്ചൊരു ഒരു വിശദീകരണമായ പഠനം ഞാൻ എന്റെ ഇത്രയും കാലത്തെ 34 വർഷവും 30 വർഷം കോഴ്സ് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പഠിപ്പിക്കാൻ പോയി. അങ്ങനെ ഒരു 30 വർഷവും ഈ പഠിപ്പിക്കുക എന്ന് പറയുന്ന അധ്യാപന വൃത്തി ആത്മീയ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പല ബൈബിൾ കോളേജുകളിൽ പഠിപ്പിച്ചു. എന്റെ ഈ ഇത്രയും കാലഘട്ടത്തില് 30 വർഷത്തെ കാലഘട്ടത്തിൽ 2 പ്രാവശ്യം മാത്രമാണ് പാപത്തെ കുറിച്ച് പഠിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. 2 പ്രാവശ്യം മാത്രം. കാരണം എന്നാ അറിയാമോ? അതിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലത്. ഈ തിയോളജി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ മറ്റു പലതും, സോഷ്യോളജി പഠിക്കും അല്ലേ, ക്രിസ്റ്റോളജി പഠിക്കും, എക്ലീസിയോളജി പഠിക്കും, ഇതൊക്കെ നമ്മൾ പഠിക്കും അല്ലേ. പക്ഷേ എസ്കറ്റോളജി പഠിക്കും. നമ്മൾ പഠിക്കാത്ത ഒരു വിഷയമാണ് ഹെമാറ്റിയോളജി. ഹെമാറ്റിയോളജി, പാപശാസ്ത്രം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഈ ജീവിതകാലത്തിൽ, എന്റെ ശുശ്രൂഷ വേളയിൽ, അധ്യാപന വൃത്തിയിൽ 2 പ്രാവശ്യം മാത്രമാണ് ഞാൻ ഈ ഹെമാറ്റിയോളജി, പാപശാസ്ത്രം എടുത്തിട്ടുള്ളത്. അതും നിങ്ങൾക്കറിയാവോ, 2.5 മാസം കൊണ്ട് പാപശാസ്ത്രം മാത്രമല്ല എടുക്കേണ്ടത്, അതിന്റെ കൂട്ടത്തിൽ ആന്ത്രോപോളജിയും കൂടെ കൂട്ടിയാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യശാസ്ത്രം, നരവംശാസ്ത്രം എന്ന് പറയും. ആന്ത്രോപോളജിയും ഈ ഹെമാറ്റിയോളജിയും കൂടെ ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും പഠിക്കുന്നത്. ചിലപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ സോഷ്യോളജിയും കൂടെ പഠിപ്പിക്കേണ്ടി വരും. കാരണം ഹെമാറ്റിയോളജി പഠിക്കാതെ എങ്ങനെയാ സോഷ്യോളജി പഠിക്കുന്നത്? ചിലപ്പോൾ ഇത് 3 കൂടെ ഒരുമിച്ചാ ചില ബൈസ്കൂളിൽ തരുന്നത്. ഈ 3 വിഷയം എന്ന് പറഞ്ഞാൽ പാരാവാരം പോലെ കിടക്കുന്ന വിഷയമാണ്. അത് 2.5 മാസം കൊണ്ടൊക്കെ തീർക്കുക എന്ന് പറഞ്ഞാലേ, ഈ കർത്താവിനെ പോലെ വല്ല അത്ഭുതം അറിയാവുന്നവരായിരിക്കണം ഞങ്ങളും. നടക്കുന്ന കാര്യമല്ല എന്റെ പൊന്നു കുഞ്ഞ്. എനിക്കാണെങ്കിൽ സമയം കിട്ടാതെ ഒരു കാര്യവും പറയാൻ അറിയാൻ മേല. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പ്രസവം കുറിപ്പും ഒക്കെ പറഞ്ഞു കൊടുത്തേക്ക് പോരുകയുള്ളൂ. തൊട്ടും തൊടുവിച്ചു അവിടെ ഇവിടേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി
കുറച്ച് നോട്ടും കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങ് അവസാനിപ്പിക്കുകയാണ് പതിവ്. എന്താണ് ഈ പാപം എന്ന് പറയുന്നത് ഒന്ന് പറയാമോ? എന്താണ് പാപം? അത് കൊലപാതകമോ, വ്യഭിചാരമോ, മോഷണമോ അല്ല. എന്താണ് പാപം എന്ന് പറയുന്നത്? നമുക്ക് വളരെ ചിന്തിക്കേണ്ടതുണ്ട്. പെന്തിക്കോസ്തുകാരുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചുകളിലൊക്കെ ഇത് പഠിപ്പിക്കേണ്ടതുണ്ട്, സഭകളിലൊക്കെ ഇത് പഠിപ്പിക്കേണ്ടതുണ്ട്. വാട്ട് ഈസ് സിൻ? എന്താണ് പാപം? ഞങ്ങളെ ഏറ്റവും അധികം കുറ്റം പറയുന്നത് ഉപദേശിമാരെ ആരെ കണ്ടാലും പാപി പാപി എന്ന് വിളിക്കുന്നതാ. എന്നാൽ അതേസമയം പാപം എനിക്കുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ താനും ഇല്ലേ? ഈ പണ്ടേ നിങ്ങൾക്കറിയാമോ, മലയാളത്തിലെ പ്രമുഖനായ ഒരു നിരൂപക ശ്രേഷ്ഠനാണ് പ്രൊഫസർ എം കൃഷ്ണൻ നായർ. എന്നെക്കാൾ കൂടുതൽ ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞേക്കും. കാരണം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളം പ്രൊഫസർ, മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ഇഷ്ടം എന്നറിയാമോ? പരന്ന വായനയും അഗാധ പാണ്ഡിത്യമുള്ളൊരു മനുഷ്യനായിരുന്നു കൃഷ്ണൻ നായർ സാറേ. അദ്ദേഹം ദീർഘനാളുകൾ നിങ്ങൾ ഇപ്പൊ കലാകൗമുദി എന്നൊക്കെ പറയുന്ന മാസിക, അതിനു മുൻപ് മലയാളനാടെന്ന് പറഞ്ഞ ആഴ്ചപ്പതിപ്പിലൊക്കെ അദ്ദേഹം ഒരു പങ്ക്തി കൈകാര്യം ചെയ്തിരുന്നു റെഗുലറായി എല്ലാ ആഴ്ചയിലും. സാഹിത്യവാരഫലം എന്നാ അതിന് പേര്, സാഹിത്യവാരഫലം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടാ. ഞാൻ പഠിച്ചത് സാഹിത്യമാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഞാൻ പഠിച്ചത്. സാഹിത്യത്തോട് വല്ലാത്തൊരു ഭ്രമം ഉണ്ടായിരുന്നു. ഞാൻ ഉപദേശിയായില്ലെങ്കിൽ എവിടെയെങ്കിലും സാഹിത്യത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഞാൻ എത്തിപ്പെട്ടതെന്ന് എന്റെ ചിന്ത ഇപ്പോഴും ഉണ്ട്. കാരണം അത്ര ഭ്രാന്തായിരുന്നു സാഹിത്യത്തോട് എനിക്ക്. അതുകൊണ്ട് ഞങ്ങള് ഈ കലാകൗമുദി വരുന്ന സമയം നോക്കിയേ, അന്ന് ചൊവ്വാഴ്ച ദിവസം ഈ കലാകൗമുദി ഇറങ്ങുന്നതേ, ഞങ്ങളിങ്ങനെ വെമ്പി നിൽക്കും, ഓടും ബുക്ക് സ്റ്റാളിലേക്ക് ഓടും ഇത് വാങ്ങിക്കാൻ. എന്തിനാണെന്നറിയോ? കൃഷ്ണൻ നായർ സാറിന്റെ ഈ സാഹിത്യവാരഫലം വായിക്കണം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ഓരോ ആഴ്ചയിലും മലയാളത്തിൽ ആനുകാലികങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന കഥയോ ലേഖനമോ കവിതയോ നാടകമോ എന്താണെങ്കിലും അതിനെ നിരൂപണം ചെയ്തിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് എഴുതുന്ന ലേഖനങ്ങളാണ് ഈ സാഹിത്യവാരഫലം എന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇപ്പൊ അത് പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്, എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് പുസ്തകം. അത് നിങ്ങൾക്ക് വായനയ്ക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളത് പുസ്തകം വാങ്ങിക്കാൻ കിട്ടും, ഈ സാഹിത്യവാരഫലം. അത് വളരെ രസകരമാണ് കേട്ടോ. ലോകം മുഴുവനുള്ള സാഹിത്യം വായന, പരന്ന വായന അദ്ദേഹത്തിന്. നമ്മുടെ ഒരു പുസ്തകം അദ്ദേഹം നിരൂപണം ചെയ്യുമ്പോൾ വിദേശത്തുള്ളൊരു 10 പുസ്തകങ്ങളും 10 എഴുത്തുകാരെയും അദ്ദേഹം കൂട്ടി. അതാ നിരൂപണം. അപ്പൊ നമ്മൾ ഇത്രയൊന്നും വായിച്ചു തീർക്കാൻ നമുക്ക് പറ്റുകയില്ല. ഈ ഒരൊറ്റ ലേഖനം വായിക്കുന്നതുകൊണ്ട് ലോകത്തുള്ളൊരു 100 പുസ്തകങ്ങളെങ്കിലും നമുക്ക് കവർ ചെയ്യാം. അതാ ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതുകൊണ്ടാണ് അതിന്റെ പുറകെ. എന്നിട്ട് ഇത് വായിച്ചിട്ട് ഞങ്ങളെ ക്ലാസ്സിലും സദസ്സിലും ഞങ്ങളുടെ കൂട്ടുകാരുടെ ഞങ്ങളുടെ YMCAയിൽ ഒരുമിച്ച് കൂടുമ്പോഴത്തേക്ക് പൊരിഞ്ഞ ചർച്ചയും ബഹളവും ഒക്കെ നടന്നിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്. അതിനകത്തെ ഈ സാഹിത്യവാരഫലത്തിൽ ഒരു രസകരമായ ഒരു ഭാഗം, കുറേശ്ശെ കാര്യങ്ങൾ. അപ്പൊ ഒരിടത്ത് അദ്ദേഹം ചോദ്യം ഉത്തരം എന്നും പറഞ്ഞൊരു ഒരു ഭാഗം, ഒരു ഖണ്ഡമുണ്ട് അതിനകത്ത്. ചോദ്യം ഉത്തരം, അതിന്റെ അർത്ഥം ചിലപ്പോ ഒരു പക്ഷെ എഴുത്തുകാരോ സഹൃദയരോ ആരെങ്കിലും എഴുതി അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു സംശയമാകാം. ചിലപ്പോൾ കൃതഹസ്ഥനായ പ്രൊഫസർ എം കൃഷ്ണൻ നായർ സ്വന്തം പടച്ചുണ്ടാക്കുന്ന ചില ചോദ്യമായിരിക്കും. എന്നിട്ട് ആ ചോദ്യം എഴുതിയിട്ട് അതിനൊരു ഉത്തരം എഴുതുവേ. രസമാണ്. അതപ്പോ അത് വായിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇതുപോലെ നർമ്മമധുരമായ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന വേറൊരാളുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ഡാർക്ക് സറ്റയർ എന്നൊക്കെ പറയുകയല്ലേ, കറുത്ത ഹാസ്യം എന്നൊക്കെ പറയുകയല്ലേ, അത് കൃത്യം മനസ്സിലാക്കണമെങ്കിൽ പ്രൊഫസർ എം കൃഷ്ണൻ നായരെ വായിക്കണം. അപ്പൊ ഒരിക്കൽ അദ്ദേഹത്തിന് എഴുതി കിട്ടിയ ഒരു ചോദ്യം ഇതാണ്. ഒരു വർഷത്തിന്റെ അവസാനമാണ്. അപ്പൊ ഒരു എഴുത്തുകാരനാരോ അദ്ദേഹത്തിന് എഴുതി ചോദിച്ചതാണ്, അങ്ങേ ഈ വർഷം ഏറ്റവും അധികം ഞെട്ടിച്ച കാര്യം ഏതാണ്? ഒരു വർഷം തീരുമ്പോൾ അതൊക്കെ നമുക്ക് നോക്കണമല്ലോ. അങ്ങേ ഈ വർഷം വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞ സംഭവം ഏതാണ് എന്നൊരു എഴുത്തുകാരൻ, ഒരു അനുവാചകൻ, ഒരു വായനക്കാരൻ അദ്ദേഹത്തിന് ഒരു ചോദ്യം എഴുതി കിട്ടും. അതിനെ പ്രൊഫസർ എം കൃഷ്ണൻ നായർ കറുത്ത് മറുപടി കേൾക്കണോ? ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കാണപ്പോടെ എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്, അനന്തപുരിയിലെ തിരക്കുള്ളൊരു സായാഹ്നം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താകട്ടോ, അദ്ദേഹം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിരുന്നു. അനന്തപുരിയിലെ തിരക്കുള്ളൊരു സായാഹ്നം. മനുഷ്യൻ ശരവർഷം പോലെ തിരക്കിട്ട്
തലങ്ങും വിലങ്ങും പായുന്നൊരു തെരുക്കോടിലൊന്നിൽ നീളൻ കുപ്പായമിട്ടൊരു ഉപദേശി കറുത്ത പുസ്തകവും പൊക്കിപ്പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പോകുന്നുണ്ട്. ഞാനതിലെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തെ ആരും കേൾക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ദീനാനുകമ്പയിൽ അല്പസമയം അതൊന്ന് കേൾക്കാൻ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് നിന്നു കൊടുക്കാം എന്ന് വിചാരിച്ച് നേരെ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് നിന്നു കൊടുത്തു. പെട്ടെന്ന് ആ മനുഷ്യൻ എന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി, മനുഷ്യ, നീ ഒരു പാപിയാണെന്ന് വിളിച്ചു പറഞ്ഞു. ഞെട്ടിത്തരിച്ചു പോയ ഞാൻ ഈ സത്യം ആരെങ്കിലും കേട്ടോ എന്ന് എട്ടുദിക്കും നോക്കി, ആരും കേട്ടില്ലെന്ന് ഉറപ്പുവരുത്തി ആദ്യം വന്ന ഓട്ടോറിക്ഷ കൈകൊട്ടി നിർത്തി അതിൽ കയറി ഞാൻ വീട്ടിൽ പോന്നു. ആ രസികനായ പ്രൊഫസർ എം കൃഷ്ണൻ നായരുടെ ആ ദർശനം കണ്ടോ? നീളം കുപ്പായമിട്ട ഉപദേശി കറുത്ത പുറഞ്ചട്ടയുള്ള ഒരു പുസ്തകം പിടിച്ചുകൊണ്ട്, മനുഷ്യ, നീ ഒരു പാവിയാണെന്ന് വിളിച്ചു പറഞ്ഞപ്പം അദ്ദേഹം പറയും, ഈ സത്യം ആരെങ്കിലും കേട്ടോ എന്നുള്ളതാണ് വിഷയം. നാല് ചുറ്റും നോക്കിയിട്ട് ആരും കേട്ടില്ലെന്ന് ഉറപ്പുവരുത്തി ആദ്യം വന്ന ഓട്ടോറിക്ഷ കൈകൊട്ടി നിർത്തി അതിൽ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകുന്നത്. അതാണ് എന്നെ വല്ലാതെ ഞെട്ടിച്ച സംഭവം. പണ്ഡിതന്മാര് പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യൻ പാവിയാണ്. എന്താ ഈ പാവം? അതിനെക്കുറിച്ച് ബോധ്യമുണ്ടോ? പാപം നിങ്ങൾക്കറിയാമോ? ഈ പാപം 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 എന്ന് പറയാൻ പഴയ നിയമത്തിൽ ഏതാണ്ട് 8ഓളം പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. മാർക്സിയോളജി ആയിരുന്നെങ്കിൽ അതെല്ലാം ഞാൻ പറഞ്ഞു തരാനായിരുന്നു. 8ഓളം പദങ്ങൾ പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ 8ഓളം പദങ്ങൾ പാപത്തെ കുറിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 8ഓളം പദങ്ങൾ. അതിലെ ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്ന പദം ഹറ്റ എന്ന് പറഞ്ഞൊരു പദമാണ്. ഹറ്റ, പാപം. 522 പ്രാവശ്യം ഈ പദം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും അധികം. മറ്റ് പല പദങ്ങളുണ്ട്, ഞാൻ പറഞ്ഞാലും മറ്റ് 7 പദങ്ങളും കൂടെ ഉണ്ട്. പക്ഷെ അവ ഇത്രയും ഉപയോഗിച്ചില്ല. ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്നത് ഹറ്റ എന്ന പദമാണ്. പുതിയ നിയമത്തിൽ പാപത്തെ കാണിക്കാൻ ഗ്രീക്ക് ഭാഷയിൽ 12ഓളം പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 12ഓളം പദങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദം ഹമ്മാറ്റിയ എന്ന. ഹമ്മാറ്റിയ. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ഹെമാറ്റിയോളജി എന്ന് പറഞ്ഞത്. ഹമ്മാറ്റിയ. ഗ്രീക്കിൽ ഹമ്മാറ്റിയ എന്ന് പറഞ്ഞ പാപം. ഹമ്മാറ്റിയ, പാപം. എബ്രായ ഭാഷയിൽ ഹറ്റ എന്ന് പറഞ്ഞ പാപം. ഞാൻ ഈ 2 പദങ്ങൾ എടുത്തു പറഞ്ഞാൽ, പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്നതാണ്. 227 പ്രാവശ്യമുണ്ട് പുതിയ നിയമത്തിൽ 227 പ്രാവശ്യം ഹമ്മാറ്റിയ ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലെ ഹറ്റ 522 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 2 പദങ്ങളും സത്യം പറഞ്ഞാൽ 2 ഭാഷയിലാണെന്നേ ഉള്ളൂ, ഒറ്റ അർത്ഥം. ഈ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എബ്രായ ഭാഷയിൽ ഹറ്റ എന്ന് പറഞ്ഞാലും ഗ്രീക്ക് ഭാഷയിൽ ഹെമാറ്റിയ എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? മിസ് ദ മാർക്ക്. മിസ് ദ മാർക്ക് അഥവാ ലക്ഷ്യം തെറ്റുക. കേട്ടോ? അതാ പാപം. ലക്ഷ്യം തെറ്റിപ്പോകുന്നതാ പാപം. ഞാൻ കാണിച്ചു തരാം. പഴയ നിയമത്തിലെ വേണമെങ്കിൽ 1-2 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കുന്നത് കൊണ്ടും തെറ്റില്ല. സദൃശ്യവാക്യം 8:36 വായിക്കാമോ? 8:36. എല്ലാം വായിക്കാൻ സമയമില്ല. എന്നോട് പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നോട് പിഴയ്ക്കുന്നവനോ, പിഴയ്ക്കുക, സ്ഥാനം തെറ്റുക. ഈ പദം ഉണ്ടല്ലോ ഖറ്റ. ഞാൻ പറഞ്ഞല്ലോ ഹമാർഷിയോളജി ആയിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ വിശദമായിട്ട് എടുക്കാമായിരുന്നു. ഈ ഖറ്റ എന്ന എബ്രായ പദവും ഹെമാറ്റിയ എന്ന ഗ്രീക്ക് പദവും ഒരേ സാഹചര്യത്തിൽ നിന്നുണ്ടായതാണ്. അതെങ്ങനെയാന്ന് ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ.
ഈ പണ്ട് കാലത്തെ ഈ അമ്പും വില്ലും പഠിപ്പിക്കുന്നിടം, ഏറ്റവും വലിയ അയോധന കല എന്ന് പറഞ്ഞാൽ അമ്പും വില്ലും ഉപയോഗിക്കാണല്ലോ. വാളും പരിചയം എന്ന് പറഞ്ഞാൽ ശത്രു തൊട്ടു മുമ്പിൽ വന്ന് ഇന്നെങ്കിലല്ലേ വാള് കൊണ്ട് വെട്ടാൻ പറ്റൂ. ഒരു ശത്രു ഒരു അല്പം ദൂരെയാണെങ്കിലോ, ദൂരെയുള്ളവനെ വാളുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാവുന്ന പഴയ കാലഘട്ടങ്ങളിൽ അമ്പും വില്ലുമായിരുന്നു. ഇന്ന് നമ്മള് മിസൈലുകൾ ഉപയോഗിക്കുന്നത് പോലെ അന്നത്തെ ഏറ്റവും മാരകമായ ആയുധമായിരുന്നു അമ്പും വില്ലും. അപ്പൊ ഈ അമ്പും വില്ലും ഉപയോഗിക്കണമെങ്കിൽ അതിന് പരിശീലനം വേണം. ഒരാൾ ഒരു ദിവസം കൊണ്ടൊന്നും ഒരു നല്ല ധനുർവിദ്യക്കാരനാകുകയല്ല. ധനുർവിദ്യ എന്ന് പറയും, അല്ലേ? ധനുസ് എന്ന് പറഞ്ഞാൽ വില്ലെന്ന. അപ്പൊ അമ്പും വില്ലും ഉപയോഗിക്കാൻ തുടങ്ങുകയല്ല. അതിന് പരിശീലനം വേണം. പഴയ കാലഘട്ടങ്ങളിൽ രാജകൊട്ടാരങ്ങളോടനുബന്ധിച്ച് ഇത്തരം അയോധനകല പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാ പട്ടാളക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അവിടെ പോയി പഠിച്ചവരാ പട്ടാളക്കാര്. അപ്പോ പട്ടാളത്തിലേക്ക് ചേർക്കുന്ന ആളുകളെ ഇത് പിന്നെയും പരിശീലിപ്പിക്കും. രാജാവിന്റെ നേതൃത്വത്തിൽ പരിശീലിപ്പിക്കും. എങ്ങനെയാണെന്നറിയാമോ? എവിടെയെങ്കിലും കാട്ടിൽ വിജനമായ ഒരു സ്ഥലത്ത് ഒരു അമ്പേറിൻ പാട് ദൂരെ ഒരു നല്ല ഗ്രൗണ്ടിലായിരിക്കും. അമ്പും വില്ലും ഉപയോഗിക്കാൻ പഠിക്കാനുള്ളവനെ കൊണ്ട് ദൂരെ മാറ്റി നിർത്തിയിട്ട് അങ്ങ് ദൂരെ ഒരു അമ്പിന് പാഞ്ഞു ചെന്ന് കൊള്ളാൻ പാകത്തിൽ ഇത്ര മീറ്റർ അല്ലെങ്കിൽ ഇത്ര വാര എന്ന് അതിന് നിബന്ധനയുണ്ട്. ദൂരെ ഒരു ചതുര ഫലകം വെച്ചിരിക്കും. ഒരു ചതുര ഫലകം, അത് ഒന്നുകിൽ തടിയാകാം, ഇല്ലെങ്കിൽ തോല് കൊണ്ടാകാം, ഇല്ലെങ്കിൽ ഇലകൾ കൊണ്ട് മെടഞ്ഞതാകാം. ഒരു ചതുര ഫലകം വെച്ചിരിക്കും. ആ ചതുര ഫലകങ്ങളിൽ വൃത്തങ്ങൾ വരച്ചിരിക്കും. വൃത്തങ്ങൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബാഹ്യവൃത്തം, അതിനകത്തൊരു ആന്തരിക വൃത്തം, അതിനകത്തൊരു ചെറിയ വൃത്തം നടുഭാഗത്ത്. എന്നിട്ട് ഈ ഓരോ വൃത്തങ്ങൾക്കും ഓരോ നിറം കൊടുത്തിരിക്കും. എന്തിനാണെന്നറിയോ? ദൂരെ നിൽക്കുമ്പോൾ അറിയാൻ വേണ്ടി. അപ്പോ ഏറ്റവും നടുക്ക് ചുവപ്പായിരിക്കും. ഏറ്റവും നടുക്ക് ചെറിയൊരു പൊട്ടായിരിക്കും. അത് ഒത്തിരി വലിയ വലിപ്പം ഇല്ല, ചെറിയൊരു പൊട്ടായിരിക്കും. ഇപ്പോഴും അങ്ങനെയാ പഠിപ്പിക്കുന്നത് കേട്ടോ. ഒരു ചെറിയ പൊട്ടാണ്. അതിനെ ബുൾസൈ എന്നൊക്കെയാ പറയുന്നത്. നമ്മൾ തിന്നുന്നതല്ല, കാളയുടെ കണ്ണെന്നല്ലേ അതിന്റെ അർത്ഥം. കാളയുടെ കണ്ണ് പോലെയാ, അതുകൊണ്ട് അതിനെ ബുൾസൈ എന്ന് വിളിക്കും. അപ്പൊ അതിന് പുറത്തൊരു വൃത്തം, അത് ഇപ്പൊ നടുക്ക് ചുവപ്പാണെങ്കിൽ പുറത്ത് മഞ്ഞയായിരിക്കാം, അതിന് പുറത്ത് നീലയാകാം, അതിനും പുറത്ത് പച്ചയാകാം. ഒരു 3-4 വൃത്തമാണ് അകത്തകത്തായിട്ട് ഇങ്ങനെ. എന്നിട്ട് ഒരു അമ്പേറിൻ പാട് ശിഷ്യനെ കൊണ്ട് നിർത്തിയിട്ട് അവന്റെ മാസ്റ്റർ ആശാൻ അവന് വിദ്യ പറഞ്ഞു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈ വില്ല് ഞാണ് കെട്ടുന്നത് ആദ്യം പഠിപ്പിക്കും. എങ്ങനെയാണ് വില്ലിൽ ചരട് വലിച്ചു കെട്ടുന്നത്. അങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് അമ്പെടുത്തിട്ട് ഇടം കൈയിൽ വില്ല് പിടിച്ചിട്ട് വലങ്കൈ കൊണ്ട് അമ്പെടുത്ത് ഈ ഞാണിൻ തൊടുവിച്ചിട്ട് നേരെ പുറകോട്ട് വലിക്കാം. നല്ല ശക്തി വേണം കേട്ടോ, കാരണം നല്ല ശക്തിയുള്ളതായിരിക്കാം ഈ വില്ല്. നേരെ പുറകോട്ട് വലിക്കാം. പുറകോട്ട് വലിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? യജമാനൻ പറഞ്ഞു കൊടുക്കും, അങ്ങിരിക്കുന്ന ഒരു ചെറിയ ഫലകം കണ്ടോ, അതിനെ വിളിക്കുന്ന പേര് ടാർജറ്റ് എന്നാണ് കേട്ടോ. ഇംഗ്ലീഷിൽ അതിനെ ടാർജറ്റ് എന്നാണ് വിളിക്കുന്നത്. നീ ആ ടാർജറ്റ് കണ്ടോ? ആ കണ്ടു. എന്നാലേ അതിനകത്ത് കുറെ വൃത്തങ്ങൾ കണ്ടു. എന്തൊക്കെ കാണുന്നു? അപ്പൊ പറഞ്ഞു, പുറത്ത് നീല, പുറത്ത് പച്ച, അത് കഴിഞ്ഞ് നീല, അത് കഴിഞ്ഞ് മഞ്ഞ, അത് കഴിഞ്ഞ് ചുവപ്പ്. കണ്ടു. അതിന്റെ ഏറ്റവും ഒത്ത നടുക്ക് ആ ചുവപ്പ് വൃത്തം കണ്ടു. നേരെ അവിടേക്ക് നോക്കണം. നീ മറ്റൊന്നും നോക്കരുത്, വേറെ ഒന്നും കാണരുത്. ആ ചുവപ്പ് മാത്രമേ കാണാവൂ. എന്നിട്ട് അമ്പ് ഞാനിൽ വെച്ച് പുറകോട്ട് വലിച്ചിട്ട് ശ്രദ്ധിച്ചു നോക്കണം. അതിലോട്ട് ശ്രദ്ധിച്ചു നോക്കണം. ഈ അമ്പിന്റെ മുനയുണ്ടല്ലോ, ആ വൃത്തത്തിൽ തൊട്ടിരിക്കുന്നത് പോലെ ഇരിക്കണം. ആ ചുവപ്പ് വൃത്തത്തിൽ തൊട്ടിരിക്കുന്ന പോലെ നീ ഇവിടെ നോക്കുമ്പോ ഒരു കണ്ണടയ്ക്കണം. മനസ്സിലായോ? വലങ്കണ്ണടച്ച് ഇടത് കണ്ണുകൊണ്ട് നോക്കണം. നോക്കി കണ്ട. ഇനി കൈ വിറയ്ക്കരുത്, ചുവട് പിഴയ്ക്കരുത്,
ശ്വാസം വിടരുത്, ഞാൻ പുറകോട്ട് വലിച്ചിട്ട് ആ കൈ അങ്ങ് വിട്ടേക്കണം. മനസ്സിലായോ? ഇങ്ങനെയാ പരിശീലിപ്പിക്കുന്നത്. അപ്പൊ മുമ്പ് നേരെ ചെന്ന് എവിടെ ചെല്ലണം? ചുവപ്പ് വൃത്തത്തിൽ. ആശാൻ പറഞ്ഞു ഇനി പുറകോട്ട് വലിച്ചിട്ട് അങ്ങോട്ട് വിടാൻ പറഞ്ഞപ്പം ഇയാള് കണ്ണും തുറന്നു, ശ്വാസവും വിട്ടു, കയ്യും വിറച്ചു, ചുവടും തെറ്റി. പറഞ്ഞു കൊടുക്കുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആകുന്നത്. അല്ലേ? അമ്പ് എതിലേ പോയി? നേരെ ചുവപ്പ് വൃത്തത്തിൽ ചെന്ന് കൊള്ളണോന്ന് പറഞ്ഞ അമ്പ് നേരെ അയൽവക്കംകാരന്റെ പശുവിന്റെ തുടയ്ക്കാ ചെന്ന് കയറി. ഇങ്ങനെ ലക്ഷ്യം തെറ്റി അമ്പ് ചിതറിപ്പോകുമ്പോൾ പഠിപ്പിക്കുന്ന ആശാൻ എബ്രായനാണെങ്കിൽ അവൻ പുറകിൽ നിന്ന് വിളിച്ചു പറയും, ഹത്താ ഹത്താ ഹത്താ. ഈ ആശാൻ ഒരു ഗ്രീക്കനാണെങ്കിൽ, ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവനാണെങ്കിൽ അവൻ വിളിച്ചു പറയും ഹമ്മറ്റിയ. ഹമ്മറ്റിയ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാവോ? തെറ്റിപ്പോയി, ലക്ഷ്യം തെറ്റിപ്പോയി. ഇതാ പാപം. ലക്ഷ്യം തെറ്റിപ്പോയി. മിസ് ദ മാർക്ക്. ലക്ഷ്യം തെറ്റിപ്പോയി. ലക്ഷ്യം തെറ്റിപ്പോയാൽ രണ്ട് ദോഷമാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് തെറ്റാ വരുത്തുന്നത്. എന്നാ അറിയാവോ? ലക്ഷ്യം തെറ്റുമ്പോൾ രണ്ട് തെറ്റ് വരും. ഒന്ന്, അമ്പ് കൊള്ളേണ്ടടുത്ത് അമ്പ് കൊണ്ടില്ല. അതാ ഒന്നാമത്തെ തെറ്റ്. അമ്പ് ചെന്ന് കൊള്ളേണ്ടത് ആ ചുമല പോയിന്റിലായിരുന്നു. പച്ച ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ ശരി, ഒന്നുകൂടെ ശ്രദ്ധിച്ചു, മാർക്ക് ഇച്ചിലൂടെ കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടിരും, ഇല്ലേ? അടുത്തത് മഞ്ഞ കയറി, അടുത്തത് നീല കയറി, ആ ശരി ശരി, നിനക്ക് പുരോഗതി വരുന്നുണ്ട്. പക്ഷെ അങ്ങ് പുറത്തോട്ട് പോയാലോ? ലക്ഷ്യം തെറ്റി. അപ്പൊ കൊണ്ടില്ലെന്നുള്ളതൊരു തെറ്റ്. രണ്ടാമത് വേറൊരു തെറ്റുകൊണ്ട്, കൊള്ളരുതാത്തടത്ത് ചെന്നുകൊണ്ട് അയൽവക്കംകാരന്റെ പശുവിന്റെ തുടയ്ക്കാ ചെന്ന് കയറിയെങ്കിൽ അവസാനം അവന്റെ പശുവിന് വിലയും കൊടുക്കണം, അവരുമായിട്ടുള്ള വഴക്കും തീർക്കണം. രണ്ട് തെറ്റ് വരുത്തി. ഒന്ന്, ചെല്ലേണ്ടടത്ത് ചെന്നില്ല, ചെല്ലേണ്ടടത്ത് ചെന്നു. ഇതാ പാപം കേട്ടോ. പാപം എന്ന് പറഞ്ഞാൽ അതാ. ഇതിനെ രണ്ടായിട്ടാണ് ഹെമാറ്റിയോളജിയിൽ പഠിപ്പിക്കുന്നത്. ദ സിൻസ് ഓഫ് ഒമിഷൻ. കൊള്ളേണ്ടടത്ത് കൊണ്ടില്ല. സിൻസ് ഓഫ് ഒമിഷൻ. ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഒമിറ്റ് ചെയ്തു പോയി. കൊള്ളേണ്ടടത്ത് കൊണ്ടില്ല എന്നുള്ള പാപം. രണ്ട്, കൊള്ളരുതാത്തടത്ത് കൊണ്ടില്ലേ, സിൻസ് ഓഫ് കമ്മിറ്റ്മെന്റ്. സിൻസ് ഓഫ് കമ്മീഷൻ. സിൻസ് ഓഫ് ഒമിഷനും വരാം, സിൻസ് ഓഫ് കമ്മീഷനും വരാം. ഇത് രണ്ടും പാപ. ചെയ്യേണ്ടത് ചെയ്തില്ല, അതും പാപ. ചെയ്യരുതാത്തത് ചെയ്യുകയും ചെയ്തു, അതും പാപ. അപ്പൊ പാപം രണ്ടു തരത്തിലുണ്ട്. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്, നമ്മൾ വല്ലവരും പാപത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞങ്ങളോട് ക്രുദ്ധിക്കുന്നത്, ആളുകൾ വഴക്കുണ്ടാക്കുന്ന എന്നാണെന്നറിയാമോ? ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ പാസ്റ്ററെ, ഞങ്ങളതിന് എന്നാ ചെയ്തിട്ടാ? നീ ചെയ്യാതെ പോയതും പാവാ, നീ ചെയ്തില്ലെന്ന് പറഞ്ഞതും പാവമല്ലേ. പിന്നെങ്ങനെ? ചെയ്യണമെന്ന് എത്ര കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ അതുപോലെ ചെയ്തോ? ഞാൻ ഉപദേശം അപ്പുറത്തെ ക്ലാസ്സിൽ, മറ്റേ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴത്തേക്ക് അല്ലേ ഡൂസ് ആൻഡ് ഡോൺസ് പഠിപ്പിച്ചില്ലേ? ഇത് രണ്ടും ചെയ്യണം. ഡൂസ് എന്ന് പറഞ്ഞാൽ ചെയ്യുക, ഡോൺസ് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക. ഇത് രണ്ടും കൊണ്ട് പാപം. കുഞ്ഞെ, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞതൊക്കെ ചെയ്യാതിരിക്കുന്നതും ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യുന്നതുമാണ് ദൈവത്തിന് മുമ്പിൽ നീതി. ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുകയും
ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് പാപം. മനസ്സിലായോ? ഒരു ലക്ഷ്യമുണ്ട്, ലക്ഷ്യം. ഈ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ശിഷ്യനല്ല. ഈ ലക്ഷ്യം കൊണ്ട് വെക്കുന്നത് നമ്മള് ഇപ്പം ദൈവകൃപയാൽ ഒരു കാര്യമുണ്ട്. ഈ അമ്പ് ഇത് വിട്ടേച്ചേ, അമ്പ് പായുന്നിടത്ത് കൊണ്ട് ലക്ഷ്യവും കൊണ്ട് നടക്കുക. ഇപ്പൊ നമ്മള് അമ്പ് ഇതിലേ പോകുന്നു, അവിടെ കൊണ്ട് ലക്ഷ്യം വെക്കാനാണ് നമ്മൾ ഈ നോക്കുന്നത്, അല്ലേ? അത് യജമാനനാ വെക്കുന്ന ലക്ഷ്യം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. God has a specific purpose. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. നമ്മളിവിടെ ചെല്ലണം, എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്ന് ദൈവം വ്യക്തമായി നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളെ ശ്രദ്ധിക്കേ, ഏതൊരു വസ്തുവിനാ ലക്ഷ്യമില്ലാത്തത്? ഏതൊരു വസ്തുവിനാ ലക്ഷ്യമില്ലാത്തത്? എന്റെ കയ്യിലിരിക്കുന്ന ഈ പെൻ, ഏതോ 10 രൂപയുടെ ഒരു പെന്നാ കേട്ടോ. ഞാൻ വില കുറഞ്ഞ പേനയെ വാങ്ങിക്കും, കാരണം ഒത്തിരി എടുത്തുള്ളതുകൊണ്ടേ ഈ മേടിക്കുമ്പോൾ ഡസൻ കണക്കിന് മേടിക്കേണ്ടി വരും. 3-4 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചു വെക്കും. അപ്പം ജെല്ലിന്റെ നല്ല പേന, നല്ല ഒഴുക്കുള്ള മഷി ഒഴുക്കുള്ള പേന, അത് ചിലപ്പോ 10, 40, 50 എണ്ണം ഒരുമിച്ച് ഞാൻ എടുക്കും. 10 രൂപയുടെ പേനയാ ഇത്. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 10-ലും കുറച്ച് കൊടുത്താൽ മതി. 10 രൂപ കൂടുതൽ വരികയല്ല ഈ പെൻ. കണ്ടാ നല്ല അഴകാ, നല്ല എഴുതാൻ നല്ല രസമാണ് ഈ 10 രൂപയുടെ പെൻ. ഈ പെൻ ഇത് സൃഷ്ടിച്ച കമ്പനിക്ക്, ഇത് നിർമ്മിച്ച കമ്പനിക്ക്, ഇതിനകത്ത് എന്നെ യൂനോമാക്സ് എന്നോ ഏതാണ്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, അതാ കമ്പനിയുടെ പേരായിരിക്കും, യൂനോമാക്സ് എന്നായിരിക്കും. ഈ കമ്പനിക്ക് ഈ പേനയെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, വ്യക്തമായ ലക്ഷ്യമുണ്ട്. എന്താണെന്നറിയാമോ? എന്തിനാ ഈ പേന ഉണ്ടാക്കിയത്? നന്നായി എഴുതാൻ പറ്റണം. അതല്ലേ ഈ പേനയെ കുറിച്ചുള്ള ലക്ഷ്യം, അല്ലേ? ഈ പേനയെ കുറിച്ചുള്ള ലക്ഷ്യം അതല്ലേ, നന്നായിട്ട് എഴുതണം. ആ ലക്ഷ്യം ഈ പെൻ പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ എന്തിനാ പിന്നെ ഇതുണ്ടാക്കിയ കമ്പനിക്ക് ഇതൊരു അപമാനമല്ലേ? ഞാൻ ഈ പെന്നെ വാങ്ങിച്ച് എഴുതി നോക്കിയിട്ട് എന്റെ കൂട്ടുകാരോടെല്ലാം പറയും, നിങ്ങൾ പേന വാങ്ങിക്കുന്ന യൂനോമാക്സിന്റെ മേടിക്കരുത് കേട്ടോ, കാണാൻ കൊള്ളുകയില്ല, എഴുതാൻ കൊള്ളുകയില്ല. അവരുടെ കച്ചവടം പൂട്ടും, അവർക്ക് അപമാനമാകും ആ ഉൽപ്പന്നം. നിങ്ങൾ നോക്ക്, ഏതൊരു ഉൽപ്പന്നം വേണമെങ്കിലും എടുത്തു നോക്കിയേ, ലക്ഷ്യമില്ലാതെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉദ്ദേശമില്ലാതെ ഏതെങ്കിലും ഒരു വസ്തു എന്നാ ചുമ്മാതിരിക്കട്ടെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? മുട്ടുസൂചി മുതൽ മോട്ടോർ വാഹനങ്ങൾ വരെ നിങ്ങൾ ശ്രദ്ധിച്ചു, കളിപ്പാട്ടം തുടങ്ങി എയർക്രാഫ്റ്റുകൾ വരെ നിങ്ങൾ ശ്രദ്ധിച്ച്, ലക്ഷ്യമില്ലാതെ ഏതെങ്കിലും ഒരു കമ്പനി ഒരു ഉൽപ്പന്നം പുറത്തിറക്കിയിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കേ, മുട്ടസൂചി ആയിക്കോട്ടെ, നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന ഒരു ചൂലാകട്ടെ, ഒരു ഡസ്പാനാകട്ടെ, ഒരു ഗ്ലാസ് ആകട്ടെ, ഒരു പാത്രമാകട്ടെ, ലക്ഷ്യമില്ലാതെ ഒരു ഉൽപാദകൻ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ എന്നോട് പറഞ്ഞു തന്നെ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, എനിക്കിവിടെ ഒന്ന് അറിയാതെ. ഒരു ലക്ഷ്യമില്ലാതെ ഒരു കമ്പനിക്കാര് ഒരു ഉൽപ്പന്നം ഇറക്കി, ഒന്ന് പറഞ്ഞു തരാമോ? പറയാമോ? അപ്പോൾ ഒരു മുട്ടുസൂചി ഉണ്ടാക്കുന്ന കമ്പനിക്ക് ആ മുട്ടുസൂചിയെ കുറിച്ച് വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ
ഒരു ചൂലുണ്ടാക്കുന്ന വ്യക്തിക്ക് ആ ചൂൽ എന്തിനുപകരിക്കണമെന്ന് വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ, സൃഷ്ടിയുടെ മണിമകുടം എന്നൊക്കെ പറയുന്ന മനുഷ്യ, നിന്നെക്കുറിച്ച് നിന്റെ സ്രഷ്ടാവായ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമില്ല, ലക്ഷ്യമില്ലേ? ഉദ്ദേശമില്ലേ? പറ, ഇല്ലെങ്കിൽ പറ. ഇനി പറയരുത് കേട്ടോ, എന്തിനാ എന്റെ പൊന്നെ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നത്, എന്നെ കൊണ്ടൊരു പ്രയോജനമില്ല എന്ന് പറയരുത്. നീ ഇനി മേൽ പറയരുത്. God has a specific purpose in your life. നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്, ഉദ്ദേശം. നീ അത് പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ യു ആർ സിന്നിങ്. ഈ പാപം ചെയ്യുക. ഞാൻ ഇന്ന് രാത്രി 4-5 പേരെ, 5-6 പേരെ ഉള്ളല്ലോ, 6-7 പേര് കാണുമായിരിക്കും. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറഞ്ഞേ പോകാവൂ. ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തിൽ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നെഞ്ചത്ത് കൈവച്ച് ഉറപ്പോടെ ഇന്ന് രാത്രി ഒന്ന് പറയാം. രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു, അന്യഭാഷയും പറയുന്നുണ്ട്, കർത്തൃമേശ എടുക്കുന്നുണ്ട്, ആഘോഷമായിട്ട് ക്രിസ്ത്യ ജീവിതവും നയിക്കുന്നുണ്ട്. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ, നീ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകാൻ വേണ്ടി തന്നെയാണോ ദൈവം നിന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്? മറുപടി പറയണം. Are you fulfilling the purpose of God's about your life? നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവം വെച്ചിരിക്കുന്ന ഉദ്ദേശം ആണോ നീ പൂർത്തീകരിക്കുന്നത്? മറുപടി പറ. ഇങ്ങനെയൊക്കെ കൊട്ടിയും പാടിയും ഇടയ്ക്കൊക്കെ ഒരു മറുഭാഷയും പറഞ്ഞ്, വല്ലപ്പോഴും ഒക്കെ ഒരു സാക്ഷ്യവും പറഞ്ഞ്, കുറെ നുണയും കോതിയും ഇങ്ങനൊക്കെ തന്നെ ജീവിച്ചു പോകാനാണോ ദൈവം ഈ ഭൂമിയിലേക്ക് നിന്നെ പറഞ്ഞയച്ചത്? നിനക്ക് ഉറപ്പുണ്ടോ ഇന്ന് രാത്രി ദൈവം എന്നെ കുറിച്ച് വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ എന്ന് പറയാൻ കഴിയുമോ? പറ്റുമോ? അത് തന്നെയാണോ നീ ചെയ്യുന്നത്? അത് തന്നെയാണോ നീ സംസാരിക്കുന്നത്? അവിടേക്ക് തന്നെയാണോ നീ ഓടുന്നത്? അത് തന്നെയാണോ നീ പ്രവർത്തിക്കുന്നത്? ഇന്ന് രാത്രി അല്ല എന്നുത്തരം വരുന്നെങ്കിൽ കേട്ടോ, യു ആർ സിന്നിങ്. നീ പാപം ചെയ്യുക. എന്താ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഓർപ്പിക്കുന്നത്? എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. വചനത്തിന്റെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഓരോ ദൈവജനത്തോടും എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് രാത്രി ഒന്ന് ചോദിക്കണം കേട്ടോ. പുത്തുപൊരുത്തം മറുപടിയും കൊണ്ട് തീരരുത്. ദൈവസന്നിധിയിൽ അവനവന്റെ ജീവിതത്തെ കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യണം ഇന്ന് രാത്രി. എന്റെ ദൈവമേ, ഇങ്ങനൊക്കെ ജീവിച്ചു പോകാൻ വേണ്ടി തന്നെയാണോ ചങ്കിലെ ചോര കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്ത് മരണത്തോളം, ക്രൂശില മരണത്തോളം കർത്താവ് മരിച്ചത് നീ ഇങ്ങനൊക്കെ തന്നെ ജീവിക്കാനാണ്? സ്വയം ചോദിക്കുക. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്നെ ബോധം വരുത്തുക പാപത്തെക്കുറിച്ച്. അല്ലാതെ നീ വ്യഭിചാരം ചെയ്തതും മോഷ്ടിച്ചതും പിടിച്ചു പറിച്ചതും ആരെങ്കിലും കൊന്നതും മാത്രമല്ല പാപം. അതിനെയൊക്കെ നമ്മൾ പാപം എന്ന് വിളിക്കുന്നത് എന്താണെന്നറിയാമോ? അതൊന്നും ആരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നില്ല.
ലോകത്തിൽ ഒരു മനുഷ്യനും മോഷ്ടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ലോകത്തിൽ ഒരു മനുഷ്യനും വ്യഭിചരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ലോകത്തിൽ ഒരു മനുഷ്യനെ കുറിച്ചും അവൻ കൊലപാതകനാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ പാപം എന്ന് പറയുന്നത്. പക്ഷെ അത് തന്നെയല്ലല്ലോ. ഞാന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കണമെന്നും, അത് ഇപ്പോ കുറെ നാളായിട്ട് ഞാൻ ഇരിപ്പാണ്, എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ എന്നുള്ളത് നിങ്ങൾക്കറിയാം, വീൽ ചെയറിലാണ്. എന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളെ അത് പഠിപ്പിക്കണമെന്നും ദൈവത്തിന്റെ ആത്മാവ് എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഗോഡ്സ് പർപ്പസ് കൺസേണിങ് മീ. എന്നെ കുറിച്ച് ദൈവം അത് ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. എന്നെ കുറിച്ചുള്ള ലക്ഷ്യം അതാണ്. ഇനി നിന്നെ കുറിച്ചുള്ള ലക്ഷ്യമാണോ എന്ന് പറ. ആണോ? സഭയിൽ വഴക്കുണ്ടാക്കാനും കുടുംബത്തിൽ ഛിദ്രമുണ്ടാക്കാനും അയൽപക്കംകാരുമായിട്ട് വാക്കുതർക്കം ഉണ്ടാക്കാനും കൂടപ്പറപ്പുമായിട്ട് തല്ലിപ്പിരിയാനും ഇതിനെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒറ്റ വാക്കുകൊണ്ടൊരു കുടുംബം കത്തിക്കുമല്ലോ നീ. ഒറ്റ സാക്ഷ്യം കൊണ്ട് സഭ പിളർക്കുമല്ലോ നീ. അതാണോ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഇന്ന് രാത്രി ദൈവം ബോധം വരുത്തട്ടെ. ഇത് ഇല്ല. പാട്ട് പാടാൻ കൊണ്ട് തുടങ്ങുമ്പം മറുഭാഷയും കൊണ്ടങ്ങ് ഇളകും. ഇന്ന് വരെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നീ എത്തിച്ചേർന്നിട്ടില്ല. എന്താ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് ഓടുന്നേ? ആരും കാശ് തന്നിട്ടോ ഞങ്ങളെ കൂലിക്കെടുത്തിട്ടോ അല്ല. വിദേശത്ത് നിന്ന് കാശാരും തന്നിട്ടല്ല. ഒരു വലിയ ഭയം കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. അയ്യോ, ആരോഗ്യം തന്നിരുന്നപ്പോൾ ഓടി നടന്നു, പോകാന്നിടത്തെല്ലാം ചെന്നു. ഒരു മീറ്റിംഗ് ഞാൻ കളഞ്ഞിട്ടില്ല, ഒരു വീട്ടുപ്രാർത്ഥന പോലും ഞാൻ മുടക്കിയിട്ടില്ല. കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ് അത് ചെയ്യാൻ. ഇരിപ്പായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പം ദൈവത്തിന്റെ ഉദ്ദേശം വേറെയാ. എഴുതിക്കോളാൻ പറഞ്ഞ് എഴുതി. ഇരുന്ന് എഴുതി ഇപ്പൊ 2 പുസ്തകങ്ങൾ കഴിഞ്ഞു, അടുത്തത് ഇറങ്ങാൻ തുടങ്ങുന്നു. എനിക്ക് ഉറപ്പുണ്ട് എന്റെ ജീവിതം ദൈവത്തിന് പ്രയോജനകരമാകണം. എന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടോ? പരിശുദ്ധാത്മാവന്റെ കയ്യിലുണ്ടെന്നും എന്നെ കൊണ്ട് മറുഭാഷ പറയിക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യും. ഇന്ന് വരെ കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി ചെറുവിരൽ അനക്കിയിട്ടില്ല നീ. ഒരാളോട് സുവിശേഷം പറഞ്ഞോ? ഒരാളെ ക്രിസ്തുവിലേക്ക് ആനയിച്ചോ? ഒറ്റ വ്യക്തിയെ കർത്താവിനെ കാണിച്ചു കൊടുത്തോ? ഒരു രോഗിക്ക് നീ ഒരു ആശ്വാസമായി തീർന്നോ? യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തോ? വചനം അറിയാൻ വയ്യാത്തവരോട് വചനം ഒന്ന് പങ്കിട്ടു കൊടുത്തോ നീ? ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒരു ഓളം പോലെ ഇങ്ങനെ അങ്ങ് പോകുക, ബഹളം വെച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ബോധ്യമില്ല ഇത് ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ. എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അല്ലാത്തതിന് എന്നെ വിളിച്ചാൽ ഞാൻ പോവുകയല്ല. കാരണം എന്നെ കുറിച്ച് ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയും എനിക്കതിന് താല്പര്യമില്ല, അങ്ങനെ ഒരു ശുശ്രൂഷ എനിക്ക് ദൈവം തന്നിട്ടില്ല, ഞാൻ വരുന്നില്ല, അതിന് ലാഭം വേണ്ട. പറ്റുമോ? ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തട്ടെ. അതാണ് ഒന്നാമത്തെ ചിന്ത. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കോപം വന്നപ്പോ കൂടപ്പുറപ്പിനോട് അറിയാവുന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. ഇന്നലെ രാത്രി അവൻ ഉറങ്ങിയില്ല. ഉറങ്ങാൻ കിടന്നപ്പോ അവന്റെ മനസ്സിൽ എന്നാലും എന്റെ ചേട്ടൻ, എന്റെ അനുജൻ, എന്റെ സഹോദരൻ, എന്റെ സഹോദരി എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അത്താഴം കഴിക്കാൻ എടുത്തു വെച്ചപ്പോ കണ്ണീര് കാരണം
അത് കഴിക്കാൻ പറ്റിയില്ല, തൊണ്ട കുരുങ്ങുകാരൻ. അത് തള്ളി മാറ്റി വെച്ചിട്ട് പോയി കിടന്നിട്ടുറങ്ങിയോ? ഇല്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. രാത്രി മുഴുവൻ നെടുവീർപ്പിട്ട് ഉറക്കം വരാതെ നീ കഴിച്ചു പോട്ടെ. നിനക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യവും ഇല്ല. ഇന്നലെ നിന്റെ കൂടപ്പറപ്പ് ഉറങ്ങാതെ കിടക്കയിലെ തിരിഞ്ഞും മറിഞ്ഞും നേരം വെളുപ്പിച്ചത് നീ അറിഞ്ഞില്ല. അത്താഴം കഴിക്കാൻ എടുത്തിട്ട് അത്താഴം തൊണ്ടയ്ക്ക് മുരിങ്ങിയിട്ട് അവൻ കഴിക്കാതെ കിടന്ന് നീ അറിഞ്ഞില്ല. ഈ മറുഭാഷയും പറഞ്ഞ് സഭയ്ക്കകത്ത് വന്ന് ബഹളമുണ്ടാക്കുന്നല്ലേ. എന്റെ കുഞ്ഞെ, നിന്നിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവല്ല, ദൂരാത്മാവാണ്. ദൈവാത്മാവായിരുന്നെങ്കിൽ നിന്റെ പാപത്തെക്കുറിച്ച് നിനക്ക് ബോധ്യം വരുത്തി. ഇതുകൊണ്ട് ഞങ്ങൾ ഈ ഉപദേശിമാരൊന്നുമേ, ഞാൻ പറഞ്ഞത്, എന്നെ പോലുള്ളവരൊന്നും ഇതൊന്നും കണ്ടിട്ട് ഞങ്ങൾ കണ്ണു മഞ്ഞളിക്കുകയില്ല. ഇപ്പോഴത്തെ ഈ ബഹളമുറയൊക്കെ കണ്ടാലേ വീട്ടിൽ കിടന്ന് അറുകൊല തുള്ളിയിട്ടാ പിറ്റേന്ന് സഭയ്ക്കകത്ത് വന്ന് കിടന്ന് പാട്ടുപാടി നൃത്തം ചെയ്യുന്നു. ഒരു പാപബോധവുമില്ല. ഒരു കർത്തൃമേശ വരുമ്പോ എടുക്കാൻ ആദ്യം ചാടിക്കേറി ഇറങ്ങുകയും ചെയ്യും. നീ ഇത് തിന്നുമ്പോഴും ഇത് നിന്റെ പല്ലിനിടയിൽ ഇരിക്കുമ്പോഴും നിന്റെ കൂടപ്പറപ്പ് സ്വസ്ഥതയായിട്ടില്ല. നീ ഇന്നലെ പറഞ്ഞ വാക്ക് നിമിത്തം. അറിയാമോ? അങ്ങനെയാണെങ്കിൽ നീ പ്രാപിച്ചത് പരിശുദ്ധാത്മാവല്ലെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും ഈ വചനം കൊണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറപ്പ് പറയണം, ഇതൊക്കെ തന്നെയാണ് ദൈവം എന്നെ കുറിച്ച്. അപ്പൊ പാപത്തെക്കുറിച്ച് ബോധ്യം വന്നോ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും. പാപത്തെക്കുറിച്ച് മാത്രം ആ പാപം കേട്ടോ, അല്ലാതെ കൊലപാതകം ചെയ്യുന്നതും കള്ളു കുടിച്ചതും പെണ്ണു പിടിച്ചതും മാത്രമല്ല പാപം. എല്ലാവരും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളതിനാരും അങ്ങനെയൊന്നും പോയിട്ടില്ല, ഞാൻ ആരെയും കുത്തി കൊന്നിട്ടില്ല, ഞാൻ ആരുടെയും പിടിച്ചു പറിക്കാൻ പോയിട്ടില്ല, ഞാനൊരു വ്യഭിചാരത്തിന് പോയിട്ടില്ല. അപ്പൊ എനിക്കൊരു കുഴപ്പമില്ലെന്നാ പറയുന്നത്. ഞാൻ നിനക്ക് കുഴപ്പമുണ്ട്. ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നിടത്തല്ല നീ ഇപ്പൊ ചെന്ന് നിൽക്കുന്നത്. അതാ ഒന്നാമത്തെ കുഴപ്പം. അതാ പാപം. അതാ പാപം. ഈ ബോധ്യം നിനക്ക് വരട്ടെ. അതാ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുന്നത്. 2, നീതിയെക്കുറിച്ച്. എന്താ ഈ നീതി? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും. നീതി എന്താണ് ഈ നീതി എന്ന് പറഞ്ഞേ? ഡിക്കയോസ് എന്ന ഗ്രീക്കിലെ നീതി. നീതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു തരാം. വേറെ ദിവസം മുഴുവൻ നമുക്ക് അരിച്ചു പെറുക്കാൻ നേരമില്ല. അത് നമ്മൾ സോഷ്യോളജി പഠിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ രക്ഷാശാസ്ത്രം പഠിക്കുമ്പോഴും നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടതാണ് നീതി. നീതി എന്ന് പറഞ്ഞാലേ നിയമത്തിന്റെ മുൻപിൽ കുറ്റവാളി അല്ലാതായിരിക്കുക. അതിനെയാണ് നീതി എന്ന് വിളിക്കുന്നത്. നിയമത്തിന് മുൻപിൽ കുറ്റവാളി അല്ലാതായിരിക്കുക. To become innocent before the law, court of law. നമ്മൾ ഇതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന അല്ലേ? പകല് നമ്മള് യോഗത്തിന് പോകുന്നു, തിരിച്ചു വരുന്നു, കടയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ജോലിക്ക് പോകുന്നു, മടങ്ങി വരുന്നു. നമ്മളെ എന്നാ ഇന്ന് വരെ ഒരു പോലീസും അറസ്റ്റ് ചെയ്യാത്ത? നമ്മളെ എന്നാ പോലീസ് പിടിച്ച് ഇടിക്കാത്ത? നമ്മളെ എന്നാ കോടതി കൊണ്ടുപോകാത്ത? നമ്മൾ നിയമത്തിന് മുമ്പിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിയമത്തിന് മുമ്പിൽ നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മള് ട്രാഫിക് നിയമം ലംഘിച്ചിട്ടാണെങ്കിൽ അങ്ങനെയാണ് വെക്കാം. നമ്മൾ ട്രാഫിക് നിയമം ലംഘിച്ചാൽ പോലീസ് വിളിക്കും. അപ്പൊ നമുക്ക് നീതിയില്ല. നിയമത്തിന്റെ മുൻപിൽ കുറ്റമില്ലാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നീതി എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 കാര്യം അടങ്ങിയിട്ടുണ്ടേ. ഡിക്കയോസ് എന്ന് പറഞ്ഞ പദത്തിനകത്തെ 2 കാര്യം അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ദൈവത്തോട് നീതി വേണം. 2, മനുഷ്യനോടും നീതി വേണം. ദൈവത്തിന് കൊടുക്കാനുള്ളതൊക്കെ
ദൈവത്തിന് കൊടുക്കണം. മനുഷ്യന് കൊടുക്കാനുള്ളത് മനുഷ്യനും കൊടുക്കണം. അതിനെ അനീതി എന്ന് പറയുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നീതിയില്ല. ആരാധന ദൈവത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഹോമേജ്, ഏറ്റവും വലിയ ബഹുമാനമാണ് ആരാധന. ദൈവത്തിന് മഹത്വം കൊടുത്തോ? ദൈവത്തിന് മഹത്വം കൊടുത്തോ എന്ന് ചോദിച്ചാൽ പാട്ടുപാടിയോ എന്നല്ല ഈ അർത്ഥം. നമുക്ക് അങ്ങനെ അതും നമുക്കൊരു തെറ്റിദ്ധാരണ. ആരാധന എന്ന് പറഞ്ഞാൽ പാട്ടുപാടൽ മാത്രമായിട്ട് നമ്മൾ അധപ്പതിപ്പിച്ച് വെച്ചിരിക്കുക അല്ലേ? ഒരു 18 പാട്ട് കൂട്ടിക്കെട്ടി പാടുന്നതാണ് ആരാധന എന്നാണ് നമ്മുടെ ചിന്ത. അതും വേണം കേട്ടോ, അതും വേണം. അല്പം നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും അതെ നമ്മൾ പാടണം. പക്ഷേ അതിനേക്കാൾ മുൻപ് നമ്മുടെ ജീവിതം കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ജീവിതം കൊണ്ട് നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മുടെ വാക്കില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളില്, നമ്മുടെ ഇടപാടുകളില് ദൈവത്തിന് മഹത്വം കൊടുക്കണം. എന്ന് പറഞ്ഞാലേ നമ്മളെ കാണുന്ന ആളുകൾ പറയണം, അവരാണ് യഥാർത്ഥ ദൈവമക്കൾ, അവരാണ് ശരിയായ ബന്ധുക്കോസ്തുകാര്. അപ്പൊ ദൈവത്തിന് മഹത്വം വരിക, നമ്മുടെ ദൈവത്തിന് മഹത്വം വരിക. നമ്മുടെ ജീവിതം കൊണ്ട് വേണം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. അതാ ദൈവത്തിന് മഹത്വം. പിന്നെ ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മുടെ ഭൗതികത്വം കൊണ്ട് ദൈവത്തിന് മാനിച്ചോ? കൊടുക്കേണ്ടതേ കപ്പിച്ച സ്വോത്രകാഴ്ച ഇട്ടോന്നല്ലേ ഈ ചോദിച്ചത്. എല്ലാ നന്മയിലും ഒക്കെ ഓഹരി കൊടുക്കണോന്നല്ലേ? ചെയ്യുന്നുണ്ടോ? ഇല്ലേ? നീതിമാനല്ല, നീതിയില്ല. ഇത് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കും. അല്ലേ? സ്വോത്രകാഴ്ചപാത്രത്തിൽ കൈവലിച്ചാലേ അത് പാപമാ. ഏറ്റവും കൂടുതൽ മഹത്വം, ഏറ്റവും അധികം മഹത്വം, ഏറ്റവും വലിയ ബഹുമാനം ദൈവത്തിന് കൊടുക്കണം. ഇനി ദൈവത്തിന് മാത്രമല്ല, മനുഷ്യനും കൊടുക്കണം. മനുഷ്യന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ടോ? അതിനെയും കൂടെ നീതി എന്ന് വിളിക്കുന്നു കേട്ടോ. മനുഷ്യന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് നീതിക്ക് ദൈവശാസ്ത്രജ്ഞന്മാര് പറയുന്ന ഒരു ഡെഫിനീഷൻ ഞാൻ പറയാം. ഗിവ് ദ ഡെറ്റ്സ് ബോത്ത് ടു മാൻ ആൻഡ് ഗാഡ്. മനുഷ്യന് കൊടുക്കാനുള്ള കടം മനുഷ്യനും കൊടുക്കണം, ദൈവത്തിന് കൊടുക്കാനുള്ള കടം ദൈവത്തിനും കൊടുക്കണം. അതിനെ നീതി എന്ന് വിളിക്കുന്നു. Give the dues, കടപ്പെട്ടത്. Give the dues both to God and man. മനുഷ്യനും ദൈവത്തിനും കടമടച്ചു തീർക്കുക. മനുഷ്യന് കൊടുക്കാനുള്ളത് മനുഷ്യന് കൊടുക്കണം കേട്ടോ. മനുഷ്യൻ്റെതൊന്നും പിടിച്ചു വെക്കരുത്. മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത് അത് ബഹുമാനമാകാം, പണമാകാം, അവകാശമാകാം, വസ്തുവകയാകാം, ഇങ്ങനൊരു പുസ്തകമാകാം. അത് നീ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലേ അതിനെ വിളിക്കുന്ന പേര് അനീതി, അൺറൈച്ചസ്നെസ്. നിനക്ക് ദൈവസന്നിധി പ്രാഗൽഭ്യമില്ല കേട്ടോ. നിന്നെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവും അല്ല കേട്ടോ. കൂടപ്പറപ്പിന് കൊടുക്കാനുള്ള വീതം പിടിച്ചു വെച്ചേക്കുക. കാരണം പറഞ്ഞ് അത് അപ്പൻ ചാകാൻ നേരത്ത് പറഞ്ഞ് മുഴുവൻ നീ എടുത്തോളാൻ പറഞ്ഞ് കൊടുക്കുക. കൂടപ്പറപ്പിനുള്ളത് പിടിച്ചു വെച്ചേക്കുക. കുഞ്ഞെ വല്ലവനും കൊടുക്കാനുള്ള 10 രൂപ നീ പിടിച്ചു വെച്ചാൽ 10 രൂപയുടെ ലാഭം നിനക്ക് കിട്ടും. പക്ഷേ യു ആർ സിന്നിങ്, നീ പാപം ചെയ്യുക. ഞാൻ പലർക്കും ചോദിച്ചിട്ടുണ്ടേ, മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ?
ഞാൻ ചൂടിറങ്ങട്ടെ. വേറൊരാളുടെ സ്വന്തമായിരുന്ന ഒരു പുസ്തകം എന്റെ വീട്ടിൽ ഇരിപ്പുണ്ടോ? അവിടെ ചെന്നപ്പം പാസ്റ്ററെ ഞാൻ ഈ പുസ്തകം ഒന്ന് എടുക്കുകയാണേ, വായിക്കാനേ, വായിച്ചിട്ട് തരാവേ, എടുത്തോണ്ട് പോന്നേ. ഈ വായിക്കൊന്നും ഇല്ലെന്നറിയാം, പുസ്തകം കാണുമ്പോൾ ഒരു വെട്ടുമേനി എല്ലാവർക്കും ഉണ്ടാകുന്നതാ, ഒരിളക്കം. അതെടുത്തോണ്ട് പോന്നു. അതവിടെ കിടന്ന് അതിന്റെ താളും കീറി അതിനകത്ത് കരിയും ഒഴിച്ച് എണ്ണയും ഒഴിച്ച് അവസാനം അലമാരിയുടെ മൂലയെ വെച്ച് ആ പാസ്റ്ററോട് ചോദിക്കുന്നുമില്ല, ഇത് നിന്റെ അലമാരിയിൽ ഇരിക്കുന്നിടത്തോളം കാലം എന്റെ പൊന്നു കുഞ്ഞ ഇന്ന് രാത്രി ഞാൻ പറയുക, നീ നീതിമാനല്ല. മറ്റൊരാളുടെ സമ്മതമില്ലാതെ, അനുവാദമില്ലാതെ, ആരുടെയെങ്കിലും എന്തെങ്കിലും നീ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തിരികെ കൊടുക്കാമെന്ന് തുടങ്ങിക്കോണം. അവിടെ അതാ അയ്യോ ഇങ്ങനൊക്കെ പറയാനാ, വേറെ ദിവസം പറയാനാ ദൈവം എന്നെ ഏൽപ്പിച്ചത്. വേറെ ആരും ഇതൊന്നും പറയുകയല്ലോ. അതുകൊണ്ടാ അതുകൊണ്ട് പണമാകട്ടെ, വസ്തുവകകളാകട്ടെ, വീട്ടുപകരണങ്ങളാകട്ടെ, പുസ്തകം പോലുമാകട്ടെ, വേറൊരാൾക്ക് സ്വന്തമായത് എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് തിരികെ കൊടുക്കണം. അത് തിരികെ കൊടുത്തെങ്കിലേ നീ നീതിമാനാകും. അങ്ങനെ നീതിമാനായെങ്കിലേ നിന്നിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് വേദപുസ്തകപ്രകാരം നമുക്ക് പറയാൻ പറ്റും. നീതിയെക്കുറിച്ച് ഞാൻ അതങ്ങ് വിടുക. ഇതൊക്കെ നമ്മള് നീതിയൊക്കെ വിശദമായിട്ട് സംസാരിക്കേണ്ടതാണേ. ന്യായവിധിയെ കുറിച്ച് എന്താ ന്യായവിധി? നിസ്പത്ത് ഓർ ക്രിമ എന്ന് പറയും പുതിയ നിയമത്തിൽ. ജഡ്ജ്മെന്റ്. എന്താ ന്യായവിധി? ന്യായവിധി എന്ന് പറഞ്ഞ ന്യായമായ വിധിയാണ്. വ്യവഹാരം കേട്ട് ഉചിതമായ വിധി പുറപ്പെടുവിക്കാൻ ഒരു ന്യായാധിപൻ ഇരിക്കുന്നതിനെയാണ് ക്രിമ എന്ന് പറയുന്നത്. നിസ്പത്ത് എന്നൊക്കെ പറയുന്നതാണ്. ഒരു വ്യവഹാരം കേട്ടിട്ട് ന്യായമായ വിധിക്ക്. ഒരു ന്യായവിധി വരാൻ പോകുന്ന ന്യായവിധി. അതെ, നമ്മൾ ഓർക്കുന്ന ഇങ്ങനെയൊക്കെ അങ്ങ് തീരുവന്ന അയ്യോ കുഞ്ഞെ ഒരുറക്കം കൊണ്ട് നേരം വെളുക്കുകയല്ല കേട്ടോ. സകലത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരും. അന്ന് മറഞ്ഞിരിക്കുന്ന സകല രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. സകലതും നീ പറഞ്ഞതും ചെയ്തതും ചിന്തിച്ചതും കാട്ടിക്കൂട്ടിയതും അല്ലേ എല്ലാം വെളിപ്പെട്ടു വരുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ 1 കൊരിന്ത്യർ എടുക്കാമോ? 1 കൊരിന്ത്യർ 4-ാം അധ്യായം. നാലാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. വരാൻ പോവുക കേട്ടോ, ന്യായവിധി വരാൻ പോവുക. അന്ന് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കും. നമ്മൾ കർത്താവ് തന്നെ പറഞ്ഞില്ലേ, നിസ്സാര എന്നോട് പറഞ്ഞ അവൻ പോലും അഗ്നിനരകത്തിന് യോഗ്യനാന്നാ പറഞ്ഞേ. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറഞ്ഞതും അപവാദങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ന്യായമല്ലാത്ത കാര്യങ്ങളും ഒക്കെ ദൈവം വെളിച്ചത്താക്കുക മാത്രമല്ല, ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. He will expose the motives of man's heart. മനുഷ്യ ഹൃദയത്തിന്റെ ആലോചനയല്ല, ലക്ഷ്യം, ഉദ്ദേശം എന്തായിരുന്നു വെളിപ്പെടുത്തും.
അതാ അവിടെ മൂലഭാഷ കിടക്കുന്നേ. ഞാനത് ചെയ്തോണ്ടല്ല ചോദിക്കുന്നേ, പിന്നെ നീ എന്തിനത് ചെയ്തു അത് വെളിപ്പെട്ടു വരും. മനസ്സിലായോ? ഈ സഭയ്ക്ക് സംഭാവന കൊടുത്തു, മറ്റുള്ളവരുടെ പാടി ഹോൾ പണിക്ക് ജോയിസി പാസ്റ്ററാണ് ഏറ്റവും വലിയ തുക തന്നത്. പക്ഷെ ദൈവം അതല്ല ചോദിക്കുന്നേ, തുക തന്നോന്നല്ല, ദ മോട്ടീവ്, നിന്നെ പ്രേരിപ്പിച്ച ഘടകം ഏതാണ്, എന്തിനാണ് നീ അത് കൊടുത്തത്. മാസയോഗം വന്നു, ചാടിക്കയറി പറഞ്ഞു ഒരു ചാക്കരി ഞാൻ തന്നേക്കാം, നമുക്ക് നല്ല സദ്യ നടത്തിയേക്കാം. സെക്രട്ടറിയാ പറഞ്ഞ് ഒരു ചാക്കരി ഞാൻ തന്നേക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു, അയ്യോ ജേക്കബച്ചാൻ എന്നാ മനസ്സല്ലേ, മാസയോഗത്തിന് അച്ഛന്റെ സ്വന്തം വിഹിതം ഒരു ചാക്കരി. എന്തിനാ ഒരു ചാക്കരി കൊടുത്തെന്നറിയാവോ? അടുത്ത പ്രാവശ്യം എല്ലാവരും സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കണം. ഇതായിരുന്നു ഉള്ളിക്കടന്നത്. ഇത് വെളിപ്പെടുത്തി വരും, ഇത് വെളിപ്പെടുത്തും. നീ യോഗത്തിന് പോയോ എന്നുള്ളതല്ല, നീ എന്തിനു പോയി എന്നുള്ളതാ ദൈവം അവിടെ വെളിപ്പെടുത്തുന്നത്. ചിലര് ആരാധന കൂടാനല്ല പോയത്, വേറെ പല ഉദ്ദേശവും ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ. ചിലരെയൊക്കെ കാണണം, ചിലരോടൊക്കെ ചിലത് ചോദിക്കണം, ചിലരോട് പറയാനുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കണം. ഇതിനൊക്കെ അതൊക്കെ വെളിപ്പെട്ട് വരുമെന്ന്. ദ മോട്ടീവ്സ് ഓഫ് യുവർ ഹാർട്ട്, നിന്റെ ഹൃദയത്തിന്റെ ലക്ഷ്യങ്ങൾ വെളിപ്പെട്ടു വരും. ന്യായവിധി, ഇതിനെക്കുറിച്ചൊരു ഭയം വേണം. കർത്താവേ, ഞാൻ അവിടുത്തെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്, ഞാൻ അവിടുത്തെ മുമ്പിൽ നിൽക്കേണ്ടവളാണ്. അതുകൊണ്ട് ഒരു കറയും എന്റെ കയ്യിൽ ഉണ്ടാകരുതേ. ഒത്തിരി ഇടങ്ങളിൽ നിന്നും ഞാനൊരു മണ്ടനെ പോലെ ഇറങ്ങി പോന്നിട്ടുണ്ട്. പലയിടത്തും നമുക്ക് കിട്ടാവുന്ന പല ലാഭങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ആണ് ഒറ്റ ഭയം എന്നറിയാമോ? അവിടെ നിൽക്കണം. ഈ ലോകത്തിന്റെ നേട്ടങ്ങളോ ഈ ജീവിതത്തിൽ കിട്ടാവുന്ന മാന്യതകളോ അതിനേക്കാൾ ഉപരി എനിക്ക് അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട് എന്നുള്ളൊരു ചിന്ത. നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവാണ് വസിക്കുന്നെങ്കിൽ ഇത് നിന്നെ ഭരിക്കാൻ തുടങ്ങും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവാണ് നിന്നിൽ വസിക്കുന്നെങ്കിൽ നീ ഓർമ്മിക്കും.